ദൈവത്തിന് ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്തൃ ദിവസം കർത്താവിൻ്റെ മേശയോടെ നാം കൂടുതൽ ധന്യരായി ഇതായിട്ട് ഇരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കരങ്ങളിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടുത്ത വേണ്ടി നമ്മളെ ദിവസങ്ങളായി ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ആലോചന ഇങ്ങനെ പ്രാപിച്ചു വരികയാണ്. ഇന്നലെയും നമ്മൾ ആ ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കുകയുണ്ടായി. വേദപുസ്തക അനുരൂപമായിട്ടുള്ള ഒരു കുടുംബ ജീവിതം എങ്ങനെയാണ് എന്നാണ് നാം ഈ കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായത്. ഒരുപക്ഷെ ഞാൻ വീണ്ടും പറയട്ടെ, ദൈവത്തിന്റെ ഭൂമിയിലെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം ദൈവവചന പ്രചോദിതമായി ദൈവമഹത്വത്തിനായി നിലകൊള്ളുന്ന കുടുംബങ്ങളാണ്. ഭൂമിയിൽ ധാരാളം കുടുംബങ്ങളുണ്ട്. പക്ഷെ എല്ലാ കുടുംബവും ദൈവത്തെ പൂർണ്ണമായി മഹത്വപ്പെടുത്തുന്നില്ല. കുടുംബങ്ങളെ ദൈവം ഉണ്ടാക്കിയത് കൊണ്ട് ദൈവത്തിന് വ്യക്തമായ ഉദ്ദേശമുണ്ട്. ആദ്യ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ വിവാഹത്തിന്റെ അല്ലെങ്കിൽ കുടുംബത്തിന്റെ ഉദ്ദേശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഞാൻ ഇന്നലെ സൂചിപ്പിക്കുകയുണ്ടായി. ഒരുപക്ഷെ ഇന്ന് പുതിയ കേൾവിക്കാരുള്ളത് സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. കുടുംബം കൊണ്ട് കർത്താവ് ഉദ്ദേശിക്കുന്നത് മനുഷ്യന്റെ വൈകാരികമായ ആവശ്യങ്ങൾ നിറവേറണം. അതുപോലെ മനുഷ്യൻ സാമൂഹ്യ ജീവിയായി ദൈവം വിവക്ഷിച്ചതുകൊണ്ട് മനുഷ്യന്റെ സാമൂഹിക ആവശ്യങ്ങൾ, അതായത് വർദ്ധിച്ചു വരിക എന്നുള്ള ആവശ്യം നിറവേറണം. അതുപോലെ മനുഷ്യൻ ശാരീരിക ജീവിയായതുകൊണ്ട് ശാരീരിക ആവശ്യങ്ങൾ നിറവേറണം. അതുപോലെ തന്നെ ദൈവം ആത്മാവാണ്. നമ്മിൽ ദൈവത്തിന്റെ ആത്മാവിനെ വെച്ചിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യന്റെ ആത്മീക ആവശ്യങ്ങളും നിറവേറണം. 4 ആവശ്യങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം. ആമുഖമായിട്ട് നാം ചിന്തിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകമാണ് കാര്യങ്ങളുടെ അടിത്തറ. കുടുംബത്തിന്റെ അടിത്തറയും ഉൽപ്പത്തി പുസ്തകമാണ്. 1-ാം അധ്യായത്തിൽ 28-ാം വാക്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം മനുഷ്യനെ അനുഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. വർദ്ധിച്ചു പെരുകി ഭൂമിയെ അടക്കി ഭൂമിയിൽ നിറഞ്ഞ് ഭൂമിയിലെ എല്ലാ സംവിധാനങ്ങളെയും ഭരിക്കുക എന്നുള്ളതാണ് മനുഷ്യനെ ഉണ്ടാക്കിയതിന്റെ ദൈവിക ഉദ്ദേശമെന്ന് ഉൽപ്പത്തി 1-ാം അധ്യായത്തിൽ തന്നെ നമുക്ക് വായിച്ചെടുക്കുവാനായിട്ട് കഴിയും. എന്നാൽ 2-ാം അധ്യായത്തിൽ വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും, എല്ലാ പ്രാപഞ്ചിക വസ്തുക്കളെയും സൃഷ്ടിച്ചതിന് ശേഷം, എല്ലാ പ്രാപഞ്ചിക ശക്തികളെയും സൃഷ്ടിച്ചതിന് ശേഷം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നാൽ മനുഷ്യനെ നോക്കിയപ്പോൾ മനുഷ്യന് തക്കതായ ഒരു തുണയെ ആവശ്യമുണ്ട് എന്ന് ദൈവത്തിന് മനസ്സിലാക്കി തന്റെ പാർശ്വത്തിൽ തന്നെ തനിക്കേറ്റ ഒരു സഖിയെ വേർപെടുത്തി അവന്റെ മുന്നിൽ കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് കുടുംബം നിർമ്മിച്ചത്, നിയമിച്ചത് എന്ന് കാണുവാനായിട്ട് സാധിക്കും 2:18 മുതലുള്ള വാക്യത്തിൽ. എന്നാൽ വീണ്ടും നമ്മൾ കാണുകയാണ്, മുന്നോട്ട് വായിക്കുമ്പോൾ മനുഷ്യനെ കൊണ്ടുള്ള ദൈവിക ഉദ്ദേശം അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവിനെയും ആക്കി വെച്ച ശേഷം ദൈവം പറയുകയാണ്, വീണ്ടും ദൈവിക ഉദ്ദേശം സാധിക്കുവാൻ അവർക്കിടയിൽ യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ 2ആയിട്ട് വേർതിരിച്ച് നിർത്തിയിരിക്കുന്ന ഈ ആളുകൾ ഒന്നായതുകൊണ്ട് അവർ വീണ്ടും അടുത്ത് 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 പറ്റിച്ചേർന്ന ഒരു ശരീരമായി തീർന്നു. 2ആക്കിയ മനുഷ്യനെ, പുരുഷനും സ്ത്രീയുമായി 2ആക്കി മാറ്റിയ മനുഷ്യനെ വീണ്ടും ഒരു ശരീരമായി ഒന്നായി കാണുവാൻ ദൈവം ആഗ്രഹിക്കും. ആ ആഗ്രഹം ഇന്നും കർത്താവിന്റെ ഹൃദയത്തിലുള്ള ആഗ്രഹമാണ്. പ്രിയപ്പെട്ടവരെ, നാം കുടുംബങ്ങളെ ഇന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ഒരുപക്ഷെ വിശ്വാസ കോണത്തുള്ള കുടുംബങ്ങളായാൽ കൂടി വലിയ ഒരു അകൽച്ച ഭാര്യയുടെയും ഭർത്താവിന്റെ ഇടയിൽ ദർശിക്കുവാനായിട്ട് സാധിക്കും. ആർക്ക് പറയുവാനായിട്ട് സാധിക്കും, ദൈവം ഉദ്ദേശിച്ചതുപോലെ ഞങ്ങൾ പറ്റിച്ചേർന്ന് ഒന്നായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നിശ്ചയമായിട്ട് നമ്മുടെ ഹൃദയത്തിന്റെ വാഞ്ച അതാ, ദൈവം നമ്മോട് ആവശ്യപ്പെടുന്ന അതാ. എന്നാൽ എങ്ങനെ ഈ പറ്റിച്ചേർന്ന് ഒന്നായി തീരുവാൻ കഴിയുമെന്നതിന് വേദപുസ്തകം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള ഏക പോംവഴി. നിശ്ചയമായിട്ടും മനുഷ്യന്റെ ഇടയിലെ അടിസ്ഥാനപരമായ പ്രശ്നം പാപമാണ്. 3-ാം അധ്യായം വരുമ്പോൾ പാപം ലോകത്തിലേക്ക് കടന്നു.
പാപം വന്നു കഴിഞ്ഞപ്പോഴും ഈ ദമ്പതികൾ ഒന്നായിട്ട് നിൽക്കുകയാണ്. എന്നാൽ പാപം പ്രവേശിച്ച ശേഷം മനുഷ്യരാശിയുടെ ഇടയിൽ ഉണ്ടായ വൈരുദ്ധ്യം, കുടുംബങ്ങളിൽ ഉണ്ടായ തകർച്ച, ദൈവത്തിന്റെ കാഴ്ചപ്പാടുകളും ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾക്കും വിപരീതമായി മനുഷ്യൻ ദൈവത്തോട് മത്സരിക്കുകയാണ്, കുടുംബങ്ങളോട് മത്സരിക്കുകയാണ്. നമുക്കറിയാം, പാപത്തിന് ശേഷം ഉണ്ടായ കായിന്റെ ആദ്യത്തെ നടപടി തന്നെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ ദൈവം നിയമിച്ച ഒരു പുരുഷനെ ഒരു സ്ത്രീ എന്നുള്ള ഏകഭാര്യാത്വത്തിന് വിപരീതമായി താൻ ബഹുഭാര്യത്തിലോട്ട് പ്രവേശിക്കുന്നതായിട്ട് 4-ാം അധ്യായത്തിൽ കാണാനായിട്ട് സാധിക്കും. അവിടുന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ, മാനവ ചരിത്രം പരിശോധിച്ചാൽ കുടുംബങ്ങൾ കണ്ടമാനം വല്ലാത്ത നിലയിൽ ആക്രമിക്കപ്പെട്ട് ഒരു പ്രത്യേക അവസ്ഥയിലാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 3-ാം അധ്യായത്തിൽ ദൈവം ഉണ്ടാക്കിയ തോട്ടത്തിൽ ദൈവം നിയമിച്ച ദമ്പതികളുടെ നടുവിലേക്ക് കടന്നു വന്ന സാത്താൻ അല്ലെങ്കിൽ പിശാച് ഇന്നും കുടുംബങ്ങളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാര്യയും ഭർത്താവിനെയും വിഘടിപ്പിച്ച് രണ്ട് ദിശയിലേക്ക് ചിന്തിപ്പിച്ച് രണ്ട് ആശയങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട് സ്വാർത്ഥതയോടെ ഹൃദയത്തിൽ ഉള്ള പാപത്തിന്റെ ആധിക്യ നിമിത്തം, അതിന്റെ തള്ളൽ നിമിത്തം പരസ്പരം ഒരാളെ കൊണ്ട് യൂസ് ചെയ്യുവാനായിട്ടുള്ള ഒരു ക്രമീകരണം നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തിന്റെ ക്രമീകരണത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഭാര്യയും ഭർത്താവും പറ്റിച്ചേർന്ന് ഒന്നാകുന്ന ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി നിലകൊള്ളണമെന്ന് ദൈവം പറയുമ്പോൾ, ഇന്ന് ലോകത്തിന്റെ ഫിലോസഫി, മനുഷ്യന്റെ കൾച്ചറിൽ ഇന്ന് ഭാര്യാഭർത്തൃ ബന്ധം എന്ന് പറയുന്നത് അവരവർക്ക് വേണ്ടിയുള്ള, ഭാര്യ ഭാര്യയ്ക്ക് വേണ്ടിയും ഭർത്താവ് ഭർത്താവിന് വേണ്ടിയും നിലകൊള്ളുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കുടുംബങ്ങൾ ഛിന്ന ഭിന്നമായിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്തീയ കുടുംബങ്ങളിൽ പോലും അരക്ഷിതാവസ്ഥയാണ്. അവർക്ക് ഒരുമിച്ച് സന്തോഷത്തോടെ കുടുംബത്തിൽ ജീവിക്കാനായിട്ട് സാധിക്കുകയില്ല. നിശ്ചയമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം, ഡിവോഴ്സിന്റെ റേറ്റ് ഓരോ കാലം കഴിയുന്നതോറും സമൂഹത്തിൽ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്ത്യാനികളുടെ ഡിവോഴ്സിനെ കുറിച്ച് എന്നോട് ഒരിക്കലും ഒരു അഡ്വക്കേറ്റ് ആയിട്ടുള്ള ലേഡി പറഞ്ഞു, അമേരിക്കയിൽ ഒരു മണിക്കൂറിൽ ഒരു ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്യപ്പെടുന്നു. ഒരു മണിക്കൂറിൽ ഒരു കേസ് വെച്ച് ഫയൽ ചെയ്യപ്പെടുന്നുണ്ടായെന്നാണ് കണക്ക് പറയുന്നതാണ്. ചില കേസിൽ പറയുന്നത് വിവാഹം കഴിഞ്ഞ് 1 മണിക്കൂറിനുള്ളിൽ ഫയൽ ചെയ്യപ്പെട്ട ഡിവോഴ്സ് കേസുകളുണ്ട്. ഒറ്റ മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അവർ ഡിവോഴ്സിനായിട്ട് രണ്ടുപേരുടെ യോജിച്ച് ചെന്നുവെന്നാണ് പറയുന്നത്. കാരണം ദൈവം കുടുംബത്തെ ഒരു പ്രത്യേക ഉദ്ദേശത്തിനായിട്ട് സൃഷ്ടിച്ചെങ്കിൽ സാത്താൻ കുടുംബത്തെ തന്റെ ഉദ്ദേശത്തിനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്താണ് വഴി? ദൈവം വിഭാവനം ചെയ്ത നിലയിലുള്ള കുടുംബജീവിതമായി മുന്നോട്ട് പോകണമെങ്കിൽ, അത് ഫലപ്രദമായിട്ട് തീരണമെങ്കിൽ ഏത് നിമിഷവും ദൈവം നമ്മോട് കൂടെ ചേർന്ന് നിൽക്കും. സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ പറയുന്നത്, ഒരുവരേക്കാൾ ഇരുവരേറെ നല്ലത്. രണ്ടുപേർ ചേർന്ന് ജീവിക്കുന്ന ജീവിതം മനോഹരമാണ്. അവിടെ പറഞ്ഞിരിക്കുന്ന ഓരോ വാക്യങ്ങൾ വായിച്ചാൽ വളരെ രസകരമാണ്. ഒരാൾക്കെതിരെ ശത്രു വന്നാൽ 2 പേർ കൂടി ആക്രമിക്കാം. കുടുംബജീവിതത്തിന്റെ പ്രത്യേകതയാണ്. ഒറ്റയ്ക്ക് നിന്നാൽ ഭാര്യയെ വ്യത്യസ്ത നിലയിൽ ശത്രുക്കൾ ആക്രമിക്കും, പുരുഷനെ വേറൊരു നിലയിൽ ശത്രു ആക്രമിക്കും. എന്നാൽ 2 പേർ ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഈ ആക്രമണത്തെ ഫലപ്രദമായിട്ട് ചെറുക്കാനായിട്ട് സാധിക്കും. 2 പേർ ഒരുമിച്ച് കിടന്നാൽ കുളിർ മാറും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശാരീരിക ആവശ്യത്തിന് വേണ്ടി നിശ്ചയമായിട്ടും ഈ ഭാര്യാഭർത്തൃ ബന്ധം എന്നുള്ളതിനെ ശാരീരിക ആവശ്യത്തിനായിട്ട് ദൈവം യോജിപ്പിച്ചിരിക്കുന്ന സഭാപ്രസംഗി അവിടെ പറയുക. അതുപോലെ തന്നെ 2 പേരുടെ പ്രയത്നം കൊണ്ട് ഏറിയ പ്രതിഫലം ഉണ്ട്. നമുക്കറിയാം, ആവർത്തന പുസ്തകം വായിക്കുമ്പോൾ ഒരുവൻ 1000 പേരെയും ഇരുവർ 2000 പേരെയല്ല, പിന്നെയോ 10,000. നമുക്ക് അതിന്റെ റേഷ്യോ പോലെ കണ്ടോ, ഒരാൾക്ക് 1000 പേരെ ഓടിക്കാമെങ്കിൽ 2 പേർ ചേർന്നാൽ 10,000 പേരെ ഓടിക്കും. അനുഗ്രഹീതമായ ഒരു കുടുംബജീവിതം കൊണ്ട് 1000 മടങ്ങല്ല 10,000 മടങ്ങ് ഫലം കായ്ക്കുവാനായിട്ട് സാധിക്കും. ഫലപ്രദമായ ഒരു കുടുംബജീവിതത്തെ സംബന്ധിച്ചാണ് നമ്മൾ ഇന്നലെ പഠിച്ചത്. അത് 1 പത്രോസ് അതിന്റെ 3-ാം അധ്യായത്തിൽ നിന്ന് ആയിരുന്നു പഠിച്ചത്. അതിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളായിരുന്നു നമ്മൾ ഇന്നലെ പഠിച്ചത്. അവിടുന്ന് ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ നിന്നാണ്. ഈ 2 ലേഖനങ്ങളിലെ ഈ വേദഭാഗങ്ങൾ തമ്മിൽ ചേരുമ്പോൾ വളരെ രസകരമായ ഒരു യൂണിറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആദ്യം നമുക്ക് ആ ഭാഗത്തേക്ക് കടന്നു പോകാം. എഫേസ്യ ലേഖനം അതിന്റെ 5-ാം അധ്യായത്തിന്റെ 22 മുതൽ 33 വരെയുള്ള വാക്യം ആരെങ്കിലും എനിക്ക് വേണ്ടി ഒന്ന് ശബ്ദം ഉയർത്തി വായിച്ചാൽ നല്ലതായി. സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങി
ഭർത്താക്കന്മാരെ, ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. അവനവളെ വചനത്തോടുകൂടെ കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് കറ, ചുളുക്കം മുതലായ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധവും നിഷ്കളങ്കവുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അവണ്ണം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. ആരും തന്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. ക്രിസ്തുവും സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തുകയത്രേ ചെയ്യുന്നത്. നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളല്ലോ. അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തൻ താൻ തന്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകുന്നു. നമുക്ക് ഒരു നിമിഷം കൂടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കരുണയുള്ള വാഴ്ത്തപ്പെട്ട നല്ല പിതാവേ, നിന്നാൽ നൽകപ്പെട്ട ഈ അനുഗ്രഹീത വചനങ്ങൾക്കായി സ്തോത്രം. കർത്താവെ, നിന്റെ വചനം പ്രസ്താവിക്കുവാൻ അടിയിലൂടെ നിൽക്കുമ്പോൾ പൂർണ്ണമായും പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ നീ അടിയുടെ ഹൃദയത്തിൽ പകരുന്നത് മാത്രം പറവാൻ അതിനെ സഹായിക്കും. കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അവരുടെ ജീവന് കാരണമായി, അനുഗ്രഹത്തിന് കാരണമായി എന്റെ കർത്താവ് വിഭാവനം ചെയ്തൊരു കുടുംബജീവിതമായ അവരുടെ ജീവിതം വീണ്ടും എവിടെയെങ്കിലും പരിക്കേറ്റുണ്ടെങ്കിൽ അതിലൊക്കെ റെസ്റ്റോർ ചെയ്ത് എന്റെ കർത്താവെ യഥാസ്ഥാനപ്പെട്ട് നിന്റെ മഹിമയ്ക്കായിട്ട് കുടുംബങ്ങൾ തീരുവാൻ തക്കവണ്ണം പ്രസ്താവിക്കപ്പെടേണ്ടതിനും ഗ്രഹിക്കേണ്ടതിനും കേൾക്കേണ്ടതിനും തിരുമേനിടയാക്കണം. അവിടുന്ന് തന്നെ ഇതിലൊക്കെയും മഹത്വം എടുക്കുമാറാകണം. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. നമ്മൾ ഈ വേദഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ ഈ 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ വിജയകരമായ ദാമ്പത്യ ജീവിതത്തിന് ആവശ്യമായ 2 ദൈവിക ആലോചനകൾ നൽകുന്നു. നിങ്ങൾക്ക് രേഖപ്പെടുത്തി വെക്കാം. വിജയകരമായ ദാമ്പത്യ ജീവിതത്തിന് ആവശ്യമായ 2 ദൈവിക ആലോചനകൾ. ഞാൻ മുമ്പേ തന്നെ പറഞ്ഞു, വിവാഹം ഡിസൈൻ ചെയ്ത ദൈവത്തെ കൂടാതെ ഒരു വിവാഹവും മെച്ചപ്പെടുകയില്ല. ഓരോ മാത്രയിലും നിമിഷത്തിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സജീവ സാന്നിധ്യവും സഹായവും കൂടാതെ കുടുംബജീവിതം മെച്ചപ്പെടുത്തുവാൻ സാധ്യമല്ല. 2 ദിശയിലേക്ക് പോകുവാൻ തക്കവണ്ണം വിധിക്കപ്പെട്ടതാണ് ഒരു പക്ഷേ പാപനിമിത്ത കുടുംബജീവിതം. 2 ആഗ്രഹങ്ങൾ, 2 സ്വപ്നങ്ങൾ, 2 ദർശനങ്ങൾ, 2 കാഴ്ചപ്പാടുകൾ, 2 ഭവനത്തിൽ ജീവിച്ചു വന്ന് ലഭിച്ച പരിശീലനങ്ങൾ, പുരുഷൻ സ്ത്രീ എന്നുള്ള വൈരുദ്ധ്യം, ഇങ്ങനെ അനേക വൈരുദ്ധ്യങ്ങൾ ചേർന്ന 2 വ്യക്തിത്വങ്ങളെ സംയോജിപ്പിച്ചു വെച്ചിട്ട് ഒന്നിച്ചു ചേരുവാൻ പറയുമ്പോൾ വിഘടിക്കുവാൻ ആവശ്യമായ ധാരാളം നിർമ്മീകരണങ്ങൾ ചുറ്റുപാടിലും ഉള്ളിലും ഒക്കെ ആയിട്ട് വീണ്ടും അവശേഷിക്കുകയാണ്. മനുഷ്യനെ സംബന്ധിക്കുന്ന ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം റിമൈനിങ് സിന്നാണ്. ജഡം എന്ന് പറയും. പാപപ്രകൃതി ഇങ്ങനെ ഒരു ഭാഗത്ത് ഏതാണ്ട് സജീവമായിട്ട് ഉണരുവാൻ പാകത്തിലുണ്ട്. ആത്മാവിനെ കൊണ്ട് ഈ ജഡത്തിന്റെ മോഹങ്ങളെ മരിപ്പിക്കുന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കാം? നമുക്ക് ആത്മീയമായ മരണം, ദൈവത്തോടുള്ള അകൽച്ച സംഭവിക്കും. കുടുംബത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനിടയിൽ ആത്മീയ മരണം സംഭവിച്ചാൽ ദൈവവുമായി, ദൈവ സാന്നിധ്യവുമായിട്ട് അകന്നു പോയാൽ പരാജയം മാത്രമായിരിക്കും ഫലം. അതുകൊണ്ട് വിജയിക്കുവാനായിട്ട് ദൈവം ആലോചന തരുമ്പോൾ ഈ 2 ആലോചനകളിൽ വളരെ ലളിതമായിട്ടാണ് ഞാൻ ഈ ആലോചന വെച്ചിരിക്കുന്നത്. ഈ ആലോചനകളിൽ മുഴുകി നമ്മൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഞാൻ പറയുകയാണ്, വിജയകരമായ വിവാഹത്തിന് ആവശ്യമായ 2 ദൈവിക ആലോചനകൾ 22 മുതൽ 33 വരെയുണ്ട്. അതിൽ ആദ്യത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആദ്യത്തെ 22, 23, 24 3 വാക്യങ്ങളിൽ നമുക്ക് ആദ്യത്തെ ദൈവിക ആലോചന കാണാം. ഇവിടെ ലളിതമായിട്ട് പറഞ്ഞാൽ ഈ വേദഭാവവും പറയുന്നത് ഭാര്യ ഭർത്താവിന് കീഴ്പ്പെടുക. ഇതേപോലെ തന്നെ ഇന്നലെ 1 പത്രോസ് 3-ാം അധ്യായത്തിൽ ഞാൻ പാരലായിട്ട് ചില കാര്യങ്ങൾ അവിടെ നിന്ന് പറയാം. കാരണം ഈ 2 ലേഖനങ്ങളിലെ പരിശുദ്ധാത്മാവിന്റെ പഠിപ്പിക്കലിന് ചില വ്യത്യാസങ്ങളുണ്ട്. അത് സംയോജിച്ചാൽ ആ വ്യത്യാസങ്ങൾ മാറും. ഈ 3-ാം അധ്യായത്തിൽ 1-ാം വാക്യം ഒന്ന് വായിച്ചാരെങ്കിലും നോക്കെ. ഇവിടെ 2 ഇടത്തും പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കും. അപ്പോൾ വിജയകരമായ കുടുംബജീവിതത്തിന് ആവശ്യമായ 1-ാമത്തെ ദൈവിക നിർദ്ദേശം എന്താണ്? എഫേസ്യലേഖനത്തിൽ 22 മുതൽ 24 വരെയുള്ള വാക്യത്തിൽ ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കണം. ഞാൻ ഇന്നലെ പറയുകയുണ്ടായി. ഈ വാക്ക് അതിന്റെ മൂലഭാഷയിൽ പഠിച്ചാൽ ഈ സൈന്യത്തിൽ അല്ലെങ്കിൽ മിലിറ്ററിയിൽ ഉപയോഗിക്കുന്ന വാക്കാണ്, ഒരു ഗ്രീക്ക് വാക്കാണ് ഇവിടെ അപ്പസ്തലനായിട്ടുള്ള പൗലോസും പത്രോസും ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം
കുടുംബത്തിൽ യുദ്ധസഹജമായ ഒരു സാഹചര്യം ഉണ്ട്. വൈരുദ്ധ്യമുള്ള വ്യക്തികൾ തമ്മിൽ യോജിച്ചു നിൽക്കുമ്പോൾ ഒരു യുദ്ധ മുന്നണിയിൽ എന്നവണ്ണമാണ് അവിടെ നിൽക്കുന്നത്. യുദ്ധത്തിന് പ്രേരിപ്പിക്കുവാനുള്ള അദൃശ്യ ശക്തി എപ്പോഴും അതിന് പിന്നിലുണ്ട്. അതുകൊണ്ട് യുദ്ധവാക്കുകൾ തന്നെ പരിശുദ്ധാത്മാവ് തന്നെ അപ്പസ്തലനിലൂടെ തിരഞ്ഞെടുക്കുവാനായിട്ട് ഇടയായത്. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് കീഴടങ്ങുക എന്നുള്ളതാണ്. മിക്കവാറും മിലിറ്ററിയിൽ കേൾക്കാനുള്ള ഒരു വാക്കാണ് കീഴടങ്ങുക എന്നുള്ളത്. ഇവിടെ കീഴടങ്ങുവാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായി ഇന്നലെ ഓർപ്പിക്കുകയുണ്ടായി. അതിന് ഞാൻ അപോൽപിലകമായിട്ട് പറഞ്ഞത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം വായിച്ചാൽ ഇവിടെ ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. ഭാര്യ പാപം ചെയ്ത സ്ത്രീക്ക് ഔവയ്ക്ക് ദൈവം ശാപം കൊടുക്കുമ്പോൾ പറഞ്ഞു, നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും, എന്നാൽ അവൻ നിന്നെ ഭരിക്കും. ഒരു ഹീബ്രു കൺസ്ട്രക്ഷനാണ്. അവിടെ പാരലിസമാണ്. രണ്ട് വാക്കുകൾ പറയുക. നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും, എന്നാൽ അവൻ നിന്നെ ഭരിക്കും. അപ്പോൾ നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകുമെന്ന് പറയുന്നത് താഴത്തെ ആ ലൈൻ വെച്ച് വേണം നമ്മൾ വ്യാഖ്യാനിക്കാൻ. അപ്പോൾ നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനെ ഭരിക്കാൻ ആയിരിക്കും നിശ്ചയമായിട്ടും. പക്ഷെ സംഭവിക്കുന്നത് എന്താണ്? ഭർത്താവ് നിന്നെ ഭരിക്കാനുണ്ടാവും. മസിൽ കാണിച്ച് നിന്നെ പേടിപ്പിച്ച് ഭരിക്കും. അപ്പൊ ഓർത്ത് നോക്കിയേ, കോൺഫ്ലിക്റ്റ് അവിടെ തന്നെ. ഹൃദയത്തിലെ വാഴ്ച നമുക്കറിയാം. സ്ത്രീ ലോകത്തോട് നോക്കിയാൽ സ്ത്രീകൾക്ക് എപ്പോഴും പുരുഷന്മാരെ വശീകരിക്കുവാനും അവരെ അനുസരണത്തിന് കീഴിൽ കൊണ്ടുവരുവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് സ്ത്രീ ലോകത്തിൽ എല്ലായിടത്തുമുണ്ട്. ഇതെന്തുകൊണ്ട് സംഭവിച്ചതാണ്? ദൈവിക ഉദ്ദേശത്തെ മറുതലിപ്പിക്കുക എന്നുള്ളതായിരുന്നു സാത്താന്റെ പരിപാടി. ഒന്നിച്ച് ചേർന്ന് നിന്ന് വർദ്ധിച്ചു വരുവാനും സ്നേഹത്തിൽ കർത്താവുമൊത്ത് ഐക്യത്തിൽ വാഴുവാനുണ്ടായ മനുഷ്യനെ പരസ്പര വൈരുദ്ധ്യത്തിന് കീഴിലാക്കുവാൻ ആഗ്രഹങ്ങളെ വ്യത്യസ്ത രീതിയിൽ ഹൃദയത്തിൽ ഇൻഡ്യൂസ് ചെയ്യുക. സ്ത്രീ ഭരിക്കുമെന്ന് ആഗ്രഹിച്ചു, എനിക്ക് ഭർത്താവിനെ ഭരിക്കണമെന്നാണ് ആഗ്രഹിച്ചത്. പക്ഷെ സംഭവിക്കുന്നത് എന്താണ്? എന്നും പുരുഷൻ എപ്പോഴും എത്ര ബലഹീന പുരുഷനാണെങ്കിലും ഒരു സ്ത്രീ ഭരിക്കാൻ ചെല്ലുമ്പോൾ ഒരു ഈഗോയുടെ പ്രശ്നമുണ്ട്. ഇത് ആദ്യം മുതലേ ഉണ്ടായ പ്രശ്നമാണ്. ഇത് ഇപ്പോഴുണ്ടായതല്ല. ഏതൻ തോട്ടത്തിൽ വെച്ച് പാപത്തിന് ശേഷം സംഭവിച്ച കാര്യമാണ്. ദൈവം അനുവദിച്ച ശാപമാണ്. അതുകൊണ്ട് ഈ സഹോദരന്മാർക്ക് കീഴടങ്ങുവാൻ എന്താണ് പോംവഴി? ദൈവം എന്നാൽ ബദൽ ക്രമീകരണം ചെയ്തു. പിശാചൊരു കാര്യം ചെയ്താൽ ഉടനെ ദൈവം ചെയ്യുന്ന എന്താ? അതിൽ നിന്ന് റെസ്റ്റോർ ചെയ്യും. മനുഷ്യൻ പാപത്തിൽ വീണു, ദൈവം എന്ത് ചെയ്തു? പാപത്തിൽ നിന്ന് വീണ്ടെടുത്ത പുത്രന്റെ ചോര കൊടുത്തിട്ടായാലും വീണ്ടെടുത്തു. ഈ ദൈവം കരുണാവാനാണ് കൂടെയുണ്ട്. ധൈര്യമായി കുടുംബത്തിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഈ 3-ാം അധ്യായത്തിൽ കീഴടങ്ങുന്നതിന് കാരണങ്ങൾ പറഞ്ഞപ്പോൾ ആ കാരണം ഇവിടെ പറഞ്ഞിട്ട് ഞാൻ വീണ്ടും എഫേസ്യരിലോട്ട് പോകും. അതിന്റെ കാരണം അതിന്റെ 21-ാം വാക്യം മുതൽ ആണ് പറഞ്ഞിരിക്കുന്നത്. ഈ 3-ാം അധ്യായത്തിൽ ഭാര്യമാരെ എന്ന് പറയുന്നതിന് മുമ്പ് ഔവണ്ണം തന്നെ എന്ന വാക്ക് ചേർത്ത് വരേണ്ടതാണ്. അത് ഇംഗ്ലീഷിലുണ്ട്, ഗ്രീക്കിലുണ്ട്, പക്ഷെ മലയാള ട്രാൻസ്ലേഷനിലില്ല. ഔവണ്ണം തന്നെ ഭാര്യമാരെ എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കും യൗവണ്ണം തന്നെ. അതിന്റെ ഉത്തരമാണ് 21 മുതൽ 25 വരെ രണ്ടിന്റെ എഴുതി വെച്ചിരിക്കുന്നത്. പെട്ടെന്ന് വായിക്കാം, നമുക്ക് വളരെ വേഗം പഠനമായിട്ട് പോകാം. ഇന്നലെ കേട്ടവർ കൂടുതൽ അനുഗ്രഹമാവും, എന്നാൽ ഇന്നലെ കേൾക്കാത്തവരും അനുഗ്രഹിക്കപ്പെടുന്നതാണ്. പെട്ടെന്ന് വായിക്കും. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചു പോയിരിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവങ്കൽ കാര്യം പരമേൽപ്പിക്കത്രേ ചെയ്തത്. നാം പാപം സംബന്ധിച്ചു മരിച്ചു, നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നിങ്ങൾ തെറ്റി വീഴുന്ന ആടുകളെ പോലെയായിരുന്നു, ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും അത്യശീലമായവങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, അതുകൊണ്ടല്ലേ ഔവണ്ണം ഭാര്യമാരെ. ഇതായത് ഭാര്യമാർക്ക് വേണ്ടി ദൈവം ചെയ്തിരിക്കുന്ന ക്രമീകരണം എന്താണ്? ഭാര്യമാരെ അല്ലെങ്കിൽ സ്ത്രീകളെ നേരത്തെ എങ്ങനെയായിരുന്നു? സ്ത്രീകളെ അഡ്രസ് ചെയ്യുമ്പോൾ, ഭർത്താക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ, ഭർത്താക്കന്മാരെ അഡ്രസ് ചെയ്യുമ്പോൾ ഈ കാര്യം തന്നെ പറയും. എന്താണ്? മുമ്പ് നിങ്ങൾ എങ്ങനെയായിരുന്നു? തെറ്റി ഉടരുന്ന ആടുകളെ പോലെ ആയിരുന്നു, എന്നാൽ ഇപ്പോഴും നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയവനും അത്യക്ഷരമാവിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. കർത്താവ് നാം മടങ്ങി വരേണ്ടതിനെ നമ്മെ മടങ്ങി വരുത്തിയിട്ടുണ്ട്. നമുക്ക് നിശ്ചയമായും അവന്റെ കൽപ്പനകളെ ഹൃദയത്തിലേറ്റുവാനും നെഞ്ചിലേറ്റി ലാളിക്കുവാനും അനുസരിക്കുവാനും ജീവിക്കുവാനും കഴിയുമെന്നുള്ള തെളിവാണ് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ ചെയ്ത പ്രവൃത്തി. ഇവിടെ യേശു കർത്താവിന്റെ ക്രോസ് വർക്കലിലെ ക്രൂശിലെ പ്രവൃത്തിയെ ഓർമ്മിപ്പിക്കുകയും അതിൽ നിന്ന് ലഭ്യമാകുന്ന പരിശുദ്ധാത്മ ശക്തി കൊണ്ട് നിങ്ങൾക്ക് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവാൻ കഴിയുമെന്നുള്ളെ ഓർമ്മിക്കുകയും ചെയ്യാണ് പ്രിയപ്പെട്ടവരെ. സഹോദരിമാർ ഓർക്കേണ്ട കാര്യം, ഈ കർത്താവ് നിങ്ങളുടെ പാപം ചുമന്നൊഴിച്ചതുകൊണ്ട്, പാപത്തിൽ നിങ്ങളുടെ പേരിൽ ഇനി കർത്തൃത്വമില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് നീതിയിൽ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ട് വളരെ സാവധാനതയുടെ കൃപയിൽ ആശ്രയിച്ച് ആ കീഴടങ്ങാനായിട്ട് സാധിക്കും.
ഭരിക്കണമെന്നുള്ള ആഗ്രഹം ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം? മുട്ടുമടക്കി കർത്താവെ, ഇപ്പോൾ ഭർത്താക്കന്മാരെ, ഞാനൊരു ആപ്ലിക്കേഷൻ തരട്ടെ, ഒരു പ്രായോഗിക വശം. എപ്പോൾ ഭർത്താക്കന്മാരെ കൺട്രോൾ ചെയ്യണം എന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നുന്നു, അനുഭവിക്കുക. എപ്പോൾ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ഭർത്താവിനെ നിങ്ങൾ നിർബന്ധിച്ചാൽ നിങ്ങൾക്ക് യൂറോ ലോട്ടറി അടിക്കുന്നില്ല, അത് കൂടുതലില്ല. അങ്ങനെ അടിക്കുമെന്ന് ഉറപ്പ് കിട്ടിയാലും ഭർത്താവിനെ നിയന്ത്രിക്കുന്നു, ഭർത്താവിനെ സ്വതന്ത്രനായിട്ട് വിടും, ഭർത്താവിനോട് ധാരാളം പ്രാർത്ഥിക്കണം. പക്ഷേ ഭർത്താവിനെ കൺട്രോൾ ചെയ്യുന്നു. പല സ്ത്രീകളും അങ്ങോട്ട് പോ, ഇങ്ങോട്ട് പോ, നിങ്ങളെവിടെയാ, എന്താ, എന്നതാ, ഇതിന്റെ ആവശ്യമില്ല. ഞാൻ ഈ രണ്ട് ഭാഗം ചേർന്ന് കഴിയുമ്പോൾ ഇത് ചോദിക്കേണ്ടിയും വരികയില്ല. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ നടക്കും. ഇവിടെ നോക്കുക, നിങ്ങളുടെ മനോഭാവം മാറുമെന്നാണ് പറയുന്നത്. ക്രിസ്തുവിന്റെ മനോഭാവം എന്തായിരുന്നു? ക്രിസ്തു രാജാതി രാജാവും കർത്താവിന്റെ കർത്താവും ദേവകളുടെ ആരാധന വാങ്ങിക്കൊണ്ട് സ്വർഗത്തിൽ വിരാജിച്ചിരുന്ന പരിശുദ്ധ ദൈവത്തിന്റെ ഏകജാതനായിട്ട് കൂടി താൻ തന്റെ സകല മഹിമയും താഴ്ത്തി വെച്ച് ഭൂമിയിലേക്ക് മാനവരക്ഷാർത്ഥം വന്നപ്പോൾ പിതാവിന് കീഴടങ്ങി. ഒരു സാധാരണ ഒരു മനുഷ്യനെ പോലെ കർത്താവ് പിതാവിന് മുന്നിൽ നിലവിളിച്ചു. എന്നാൽ ഒരു പാപിയെ പോലെയും കർത്താവ് നിലവിളിച്ചു. 22-ാം സങ്കീർത്തനമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ കാണാം, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്നെ കൈവിട്ടത് എന്ത് എന്ന് ചോദിക്കണം. ദൈവത്തിന് മുമ്പിൽ നിലവിളിച്ച് കരയുകയാണ്. താഴ്മ കണ്ടോ? ഇവിടെ പത്രോസ് പറയുമ്പോഴും അതുപോലെ തന്നെ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എഫേസ്യർ 5:22 വാക്യത്തിൽ പൗലോസ് പറയുമ്പോൾ, അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഈ കീഴടങ്ങുക എന്ന് പറയുന്നത് സ്ത്രീ നിസാരയായതുകൊണ്ടോ പുരുഷനേക്കാൾ മോശമായതുകൊണ്ടല്ല. ഇവിടെ പറയുന്നത് കീഴടങ്ങുക എന്ന് പറയുന്നത് നിശ്ചയമായിട്ടും ഒരു നിലയല്ല. നില എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? എന്താണ്? അതായത് അധികാരത്തിൽ പുരുഷൻ എപ്പോഴും മുകളിലും സ്ത്രീ എപ്പോഴും താഴെ എന്നുള്ളൊരു നിലയല്ല. ഇത് പറയുന്നത് ഫോർ ഓപ്പറേഷൻ ഓഫ് അതോറിറ്റി. കുടുംബത്തിൽ ദൈവദത്തമായ അധികാരം അത് വ്യവഹരിക്കുവാനായിട്ട്, അധികാരം നിർവഹിക്കുവാനായിട്ട് ദൈവം വെച്ചിരിക്കുന്ന, അത് ഓപ്പറേറ്റ് ചെയ്യുവാൻ വെച്ചിരിക്കുന്ന ഒരു ക്രമീകരണം മാത്രമാണ് എന്ത്? ഭാര്യമാര് കീഴടങ്ങാറുള്ളത്. നമുക്ക് ബസ്സിൽ കണ്ടക്ടറും ഡ്രൈവറും നാട്ടിൽ ഇവിടുത്തെ എനിക്കറിയില്ല. ഇതിൽ ആരാ വലിയ ആള്? കണ്ടക്ടറാണ് അല്ലേ? ആരെങ്കിലും ചോദിച്ചാൽ ആരോടെ ചോദിക്കുള്ളൂ? കണ്ടക്ടറോട്. പക്ഷേ നോക്ക്, കണ്ടക്ടറേക്കാൾ മോശമാണോ ഡ്രൈവർ? ആവശ്യമില്ലാത്ത സാധനത്തിൽ ചവിട്ട് കൊടുത്താൽ തന്നെ കണ്ടക്ടർ കുടുങ്ങി. കേസ് വരികയാണെങ്കിൽ ആദ്യം ചോദിക്കുന്നത് പോലീസ് വിളിക്കുന്ന ആരോടാണ്? സിഗ്നൽ തെറ്റിച്ചു എന്ന് ചോദിച്ചാൽ ആരോടെ ചോദിക്കുള്ളൂ? കണ്ടക്ടറോടെ ചോദിക്കുള്ളൂ. ഒരുപക്ഷെ സിഗ്നൽ തെറ്റിച്ചാൽ ഡ്രൈവറോട് ചോദിക്കാതിരിക്കും. എന്നാലും കണ്ടക്ടറെ പോലെ തന്നെ പ്രാധാന്യമുള്ള ആളാണ് ആര്? ഡ്രൈവർ. യാതൊരു വ്യത്യാസമില്ല. പക്ഷേ ഒരു ബസ് ഓപ്പറേറ്റ് ചെയ്യുവാൻ ആരുടെങ്കിലും ഒന്ന് ചോദിക്കണം, എന്താണ് സംഭവിക്കുന്നത് ചോദിക്കണമെങ്കിൽ രണ്ടുപേരോട് മാറി മാറി ചോദിക്കാൻ മേലാത്തതുകൊണ്ട് അതിന്റെ ഉത്തരവാദിത്വം ആരെ ഏൽപ്പിച്ചിരിക്കുകയാണ്? കണ്ടക്ടറെ ഏൽപ്പിച്ചിരിക്കുക. അതുപോലെ ഒരു കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരു കാര്യം ചോദിക്കണമെങ്കിൽ ആരോടാണ് ചോദിക്കുക? കുടുംബത്തിലെ ഭാര്യയോട് ചോദിക്കുമോ ഭർത്താവിനോട് ചോദിക്കുമോ? ഭർത്താവിനോട് ചോദിക്കും. നിശ്ചയമായിട്ടും ഭർത്താവിനോട് ചോദിക്കും. അപ്പോൾ ഭർത്താവിനെ അങ്ങനെ ഒരു അതോറിറ്റി ആയിട്ട് വെച്ചിരിക്കുന്ന, കുടുംബത്തിന്റെ ഓപ്പറേഷന് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ഒരു ക്രമീകരണമാണ്. ഞാനത് തെളിയിക്കാം. നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മളെ ഭാര്യമാരെ കർത്താവിന് എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർ കീഴടങ്ങുമെന്ന് 22-ാം വാക്യം 5-ാം അധ്യായ എഫേസ്യനിൽ പറയുമ്പോൾ തൊട്ട് മുകളിൽ നിന്നത് വായിക്കുന്നത് 21-ാം വാക്യം ഒന്ന് വായിക്കണം. അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെടുന്ന ഒരു ഭർത്താവാണ്. ആ ഭർത്താവിനാണ് ഭാര്യ കീഴ്പ്പെടുവാനായിട്ട് ദൈവം പറയുന്നത്. നമുക്ക് ഇതിലേക്ക് വരാം. ഞാൻ പറഞ്ഞു, കർത്താവായ യേശുക്രിസ്തുവിന്റെ മാതൃകയും കർത്താവ് പിതാവിന്റെ മുമ്പിൽ പൂർണ്ണമായിട്ട് സബ്മിസീവ് ആയിരുന്നതുമാണ്. അതിൽ നിന്ന് ഊർജവും അതിൽ നിന്ന് പ്രചോദനവും ഉൾക്കൊണ്ട് അതിന്റെ ആത്മനിറവിലാണ് ഭാര്യയ്ക്ക് കീഴടങ്ങുവാനായിട്ട് കർത്താവ് കൽപ്പന കൊടുത്തിരിക്കുന്നത്. നിശ്ചയമായിട്ടും കർത്താവിനെയും കർത്താവിന്റെ ക്രൂശിനെയും പിതാവിന് പൂർണ്ണമായി കീഴടങ്ങുകയും കഷ്ടമനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ശകാരിച്ചിട്ട് പകരം ശകാരിക്കുകയും ചെയ്യാതെ ന്യായമായി വിധിക്കണമെങ്കിൽ ഈ ഭൂമിയിൽ എല്ലാ കാര്യവും ബലമേൽപ്പിച്ച് ചിലപ്പോൾ പാവം കർത്താവിന് മേൽ വന്നപ്പോൾ എന്റെ ദൈവമേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന രീതിയിൽ ഗെത്സേമന തോട്ടത്തിൽ ചോര പുറത്തേക്ക് വീർപ്പജാലുകൾ പോലെ രോമകൂപങ്ങളുടെ പുറത്തേക്ക് തള്ളി ഹൃദയം വ്യതയിലാണ്ട സമയത്ത് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റണമെന്ന് വിചാരിച്ചുകൊണ്ട് ദൈവത്തിന് പൂർണ്ണമായി കീഴടങ്ങിയ കർത്താവിന്റെ മാതൃക പിൻപറ്റി കർത്തൃശിക്ഷയായി നിലകൊള്ളുവാൻ പറയുകയാണ്, നിന്റെ കുടുംബത്തിൽ എന്ത് ചെയ്യണം? നീ ഭർത്താവിനെ കീഴ്പ്പെടണം. അങ്ങനെ പത്രോസ് പറയുന്നത് നിങ്ങൾ നോക്കുക. ഇപ്പോൾ ഈ വായിക്കുന്ന ഈ എഫേസ്യ ലേഖനത്തിൽ 22-ന് മുകളിൽ 18-ാം അധ്യായത്തിൽ വരണം, 18-ാം വാക്യത്തിൽ വരണം. അവിടെ കാണുന്നത് എന്താണ്? വീഞ്ഞു കുടിച്ച് മത്തരാകരുത്. അതിനാൽ വായിക്കാം. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്,
കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവിൻ. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കും. ഇത്രയും കാര്യം പറഞ്ഞിട്ടാണ് ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങാൻ മതി. ദൈവം ഞാൻ ഈ രണ്ട് സ്ഥലത്തും പറയുന്നത്, കീഴടങ്ങാൻ പറഞ്ഞ രണ്ട് സ്ഥലത്തും ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു സ്ഥലത്തെ ക്രിസ്തുവിന്റെ മാതൃകയും അവൻ നിവർത്തിച്ച പ്രവൃത്തിയും നിങ്ങളെ സഹായിക്കുമെന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ഇന്ന് നമുക്കായി നൽകപ്പെട്ട ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ കാര്യത്തിനായിട്ട് നിങ്ങളെ സഹായിക്കും. നോക്കി, ആത്മാവ് നിറഞ്ഞവരായി. അപ്പൊ ഈ ആത്മനിറവിനെ കുറിച്ച് എഴുത്തുകാരൻ പറയുമ്പോൾ രസകരമായ ഒരു കാര്യം നമുക്ക് നിരീക്ഷിക്കാനായിട്ട് സാധിക്കും. തൊട്ട് മുകളിൽ പറയുക, വീഞ്ഞു കുടിച്ച് മത്തരാകും, മറിച്ച് ആത്മാവ് നിറഞ്ഞവരായി. പ്രിയപ്പെട്ടവരെ, നമുക്ക് നോക്കാം, വീഞ്ഞു കുടിക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് പരിശോധിക്കേണ്ട ആവശ്യത്തോട് വരിക. വീഞ്ഞു കുടിക്കുമ്പോൾ എന്ത് വരും? മദ്യപാനികള് മദ്യം കിട്ടാൻ സമയത്ത് എന്ത് ചെയ്യും? ഇങ്ങനെ പാനിക്കായിട്ട് നടക്കുകയാണ്. വരണ്ടല്ലേ, അവർക്ക് മൂടില്ല, സംസാരിക്കത്തില്ല, അവർക്ക് ആഹാരം വേണ്ട, അവർക്ക് ആളുകളുടെ മുഖത്ത് നോക്കണ്ട. എന്നാൽ അല്പം ഒരു 2 കപ്പ് കഴിച്ചു കഴിയുമ്പോഴോ, 2 കപ്പോ 2 പെഗ് അല്ലേ, 2 പെഗ് കഴിച്ചു കഴിയുമ്പോഴോ ഒരു ഉഷാറൊക്കെയായി പിന്നീട് അങ്ങോട്ട് കാര്യങ്ങളുമാണ്. നിങ്ങൾ കണ്ടില്ലേ, നമ്മുടെ നാട്ടിലൊക്കെ കുടിയന്മാര് എന്താ ചെയ്യുന്നത്? എന്റെ ചെറുപ്പകാലത്തൊക്കെ കുടിയന്മാര് പോകുന്നത് നമുക്കറിയാം. ചൂട്ടുമൊക്കെ ഇങ്ങനെ വീശി ഇങ്ങനെ പോകുന്നതിന് പറഞ്ഞ ഏതൊരു പാട്ടുണ്ട്. ഞാൻ പല ബൈബിളിലെ പഴയ പാട്ടുകളും അല്ല പഴയ വേറെ ക്രിസ്ത്യാനികളുടെ പഴയ പാട്ടുകളൊക്കെ എന്റെ സങ്കടങ്ങൾ സകലതും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി എന്നൊരു ചേട്ടൻ സ്ഥിരം പാടിക്കൊണ്ട് ഇങ്ങനെ റോഡേ പോകും. എന്താണ് പരിപാടി? അടിച്ച് ഒരു പരുവായി ചൂട്ടുമൊക്കെ വീശി സംഹാരദൂതൻ എന്നെ കടന്നുപോയി എന്ന് പറഞ്ഞ് പാട്ട് പാടിപ്പോവുകയാണ്. വലിയ രസമാണ്. പോകുന്ന വഴിക്കൊക്കെ ആളുകളെ വിളിച്ചും അവരോട് എല്ലാവരോടും കുശലം പറഞ്ഞ് സന്തോഷമായിട്ട് അദ്ദേഹം പോകുന്നു. പക്ഷെ പിറ്റേന്ന് രാവിലെ വീട്ടിൽ നിന്ന് ടൗണിലോട്ട് അങ്ങോട്ട് പോകുമ്പോൾ, കള്ളിഷാപ്പിലോട്ട് പോകുമ്പോൾ യാതൊരു അനുഭവവും ഇല്ല. പുള്ളി ആണോന്ന് അറിയത്തില്ല, ഒരു കോണ് പറ്റിയെന്ന് പോകുള്ളൂ. പുള്ളിക്ക് സന്തോഷവും ഇല്ല, സങ്കടവും തീർന്നില്ല, സംഹാരദൂതന്റെ പ്രശ്നവുമുണ്ട്. വളരെ മൂടോട്ടാണ്. എന്നാൽ ഈ വീഞ്ഞു കുടിച്ചു കഴിയുമ്പോൾ ആളുകൾ അങ്ങ് മാറും. സ്നേഹം അങ്ങോട്ട്. കുടിയന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തോ ഒരു സ്നേഹമാണ്. ഞങ്ങളിതിന് കൂട്ടായ്മ എന്നുള്ളത് എന്താണെന്ന് അറിയണമെങ്കിൽ, ക്രിസ്തീയ കൂട്ടായ്മ എന്താണെന്ന് അറിയണമെങ്കിൽ എന്ത് ഇവിടെ പോയി നോക്കണം, ഷാപ്പിൽ പോയി നോക്കണം. നീ പേടിക്കണമെന്നേ, ഞാനല്ലേ വന്നത്, പറയാൻ പോലെ എന്തൊരു സങ്കടമല്ലേ. കള്ളുടിയന്മാരുടെ പരിപാടി, അവരുടെ ഒരു സ്നേഹവാർത്തതയും കാണും. എന്ത് അതിലൊരു കുടിയൻ വഴി വീണാലോ ഇവൻ ഗില്ലാടിയായിരിക്കും, മറ്റവൻ വലിയ ആന പോലവനായിരിക്കും. എന്നാൽ ഇവൻ താങ്ങി വലിച്ച് തൂത്ത് വാരി കൊണ്ടുപോയി വീട്ടില്, ചേച്ചിയെ എന്റെ പണി നിനക്ക് ഇത്രയൊക്കെ പറ്റുള്ളൂ എന്നൊക്കെ പറയാൻ അവിടെ എത്തിച്ചിട്ട് പോകും. കാരണം എന്താ? ഉള്ളിൽ കിടക്കുന്ന സ്പിരിറ്റ്, നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത് ഹോളി സ്പിരിറ്റാണ്. ഒരു വേറെ സ്പിരിറ്റിന് എത്രയും പറ്റുമെങ്കിൽ ഹോളി സ്പിരിറ്റിന് എന്തുമാത്രം പറ്റണം? നമ്മൾ വേദോത്സവം നോക്കാനിട്ടാ. അപ്പസ്തലന്റെ കൺസ്ട്രക്ഷൻ കണ്ടോ? വീഞ്ഞു കുടിച്ച് മത്തലാകരുത്, അത് നല്ലതാണ്, കുഴപ്പമില്ല. പക്ഷെ അതിന്റെ പ്രശ്നമുണ്ട്. എന്താ പറഞ്ഞത്? അതുകൊണ്ട് നമ്മളെല്ലാം വീഞ്ഞു കുടിക്കാത്തതിന്റെ കാര്യം, വീഞ്ഞു കുടിച്ചാൽ ദുർനടപ്പുണ്ടാവും, അടിപിടി കലശലാവും, ആവശ്യമില്ലാത്തതെല്ലാം നോക്കും, വല്ലവരും തല്ലും മേടിച്ച് വഴിക്കണം. വീഞ്ഞു കുടിച്ചാൽ പ്രശ്നം. എന്നാൽ പരിശുദ്ധാത്മാവ് അറിഞ്ഞാലോ, ഓ എന്തെല്ലാം കാര്യങ്ങളാ സാധിക്കാനിരിക്കുന്നു. വായിച്ചു നോക്കി, ആത്മാവ് അറിഞ്ഞാലും സംഭവിക്കും. കള്ളുകുടിയൻ പാടിയ പാട്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ പാടും. ഇവിടെ പറഞ്ഞിട്ടില്ല പാടാൻ. ആത്മാർത്ഥരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയതകളാലും തമ്മിൽ സംസാരിച്ചു, നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിനെ പാടി കീർത്തനം ചെയ്തു. എപ്പോഴും എല്ലാത്തിനും വേണ്ടി സ്തോത്രം ചെയ്തു കൊള്ളുകയും. അപ്പോ ആ കുടിയനുണ്ടായത് ഈ സ്പിരിറ്റ് ശരീരത്തിൽ രക്തത്തിൽ കടന്നപ്പോൾ ഉണ്ടായ ആവേശവും ആനന്ദവും ഉത്തേജനവും കൊണ്ട് അദ്ദേഹം പാട്ടുപാടി, അദ്ദേഹം സഹജീവിയെ സ്നേഹിച്ചു, അദ്ദേഹം ധാരാളം മേടിച്ച് അരി മേടിക്കാൻ കൊണ്ടുപോയ കാശാണ് വേണ്ടത്. ഒരു കുപ്പിടെ കുടിച്ചു, അരിയൊന്നും വേണ്ട, അരി പോലും വേണ്ടത്. എന്തോ ഒരു ദാനധർമ്മം. ഒരു നല്ല ക്രിസ്ത്യാനിക്ക് ഉണ്ടായിരിക്കേണ്ട ലക്ഷണങ്ങളെല്ലാം ആർക്കുണ്ട്? ഷാപ്പിലെ കുടിയന് ഉണ്ട്, ഇല്ലേ? ഇല്ലേ? പരിശുദ്ധാത്മാവ് നിർദ്ദരാകുമ്പോൾ എത്ര അധികമായിട്ട് ചെയ്യാം. ഒന്ന് തൽക്കാലത്തിന് മാത്രവും മറ്റേ എന്നേക്കുള്ളതെന്ന് മാത്രമാണ് ഇതിന് വ്യത്യാസം. ഇത് രണ്ടും കയറി കഴിയുമ്പോൾ ഏതാണ്ട് ഒരുപോലത്തെ എഫക്റ്റ് ഉണ്ടാകും. സന്തോഷത്താൽ പാട്ട് പാടാൻ തോന്നും. നമ്മളെ ആരാധിക്കുന്നത് എന്താണ്? പരിശുദ്ധാത്മാവ് നമ്മളെ നിയന്ത്രിക്കുന്നുണ്ടാണ്. പരിശുദ്ധാത്മാവ് അറിയുമ്പോൾ നമ്മൾ തുള്ളിച്ചാണ്.
സന്തോഷിക്കും, ആർപ്പിടും, ആരവം മുഴക്കും. അതേ വലിയ ബഹളമൊക്കെ ഉണ്ടാകും. ഇത് മാത്രം പോരാ, ഇതിന് ശേഷമാണ് പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവ് വന്നാൽ എന്ത് ചെയ്യും? 21-ാം വാക്യം, ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെടാൻ. എന്നാ കള്ളു കുടിച്ചു കഴിഞ്ഞാൽ അത് ശരി ഒന്ന് ഉടക്കുകയല്ലോ എന്നോടാന്ന് ചോദിക്കും. പിന്നെ അടിയായി ഇവിടെ കള്ളുടിയന്മാരാണ് കുത്തും വെട്ടും അടി ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത്. വഴി കിടന്ന് യാതൊരു മതി കള്ളുടിയന്മാർ. പക്ഷെ അത് സ്പിരിറ്റ് കുടിക്കും. എന്നാൽ ഹോളി സ്പിരിറ്റ് കുടിക്കുമ്പോഴോ എന്താണ് സംഭവിക്കുന്നത്? നമ്മളെ അല്ല ഉയർത്തുന്നത്. ഈ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ടോ ഒരു ക്ഷയരോഗി ശ്വാസം പോലും എടുത്തില്ല, അല്പം കള്ളു കുടിച്ച് കഴിയുമ്പോൾ ഒരു ബസ് സ്റ്റാൻഡിൽ കിടന്ന് ചുമണം പാടാൻ ആരെങ്കിലും ഉണ്ടാകും. എന്നെ നിനക്കൊന്നും അറിയത്തില്ല എന്നാ പറയുന്നത്. എന്തൊരു അഹങ്കാര പറയുമ്പം കുത്തി പോവാ എന്തൊരു കല്യാണം. എന്നാൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അന്യോന്യം കീഴ്പ്പെടാനായിട്ട് സഹോദരനെ കുറിച്ച് ഭാരമുണ്ടാവും. ക്രിസ്തുവിന്റെ ആത്മാവ് വസിക്കുന്നു. എന്റെ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്ത എന്നേക്കാൾ ബഹുമാന്യനായ ദൈവം ബഹുമാനിക്കുന്ന ദൈവത്തിന്റെ പ്രിയങ്കരനായ ദൈവത്തിന്റെ അമൂല്യനായ വ്യക്തിയാണ് ഇവിടെ രാവിലെ മുതലേ ഇതാ കേൾക്കുന്നത്. കർത്തൃമേശയോട് ബന്ധപ്പെട്ട എല്ലാം കേൾക്കുന്ന എത്രയധികം എന്റെ സഹോദരനെ എന്റെ സഹോദരിയെ ദൈവം ബഹുമാനിക്കും. നിങ്ങൾക്കറിയാവോ, പരിശുദ്ധാത്മാവ് നിറഞ്ഞ് നമ്മൾ ജീവിക്കണം ദൈവങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുക. നമുക്ക് അസാധ്യമാണെന്ന് തോന്നുന്ന മുഴുവൻ കാര്യങ്ങളും സംഭവിക്കും, ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. നമ്മൾ പാട്ട് പാടാൻ തുടങ്ങും, നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങും, ദൈവത്തിനെ ധ്യാനിക്കാൻ തുടങ്ങും, തമ്മിൽ ഉപദേശിക്കാൻ തുടങ്ങും. അതല്ലേ തമ്മിൽ സംസാരിച്ചു എന്ന് പറയുന്നത്? കൂട്ടുകൂടി കഴിയുമ്പോൾ സംസാരിക്കാൻ ഞാൻ ഓർക്കാണ്. ഇന്നലെ രാത്രി മിക്കവാറും രാത്രിയിലൂടെ 2 മണി 2:30 വരെ സംസാരം. ഏത് കാര്യമാണ്? ലോകത്തിലെ കാര്യമാണ്. ഇവിടുത്തെ ഫൈനാൻഷ്യലായ കാര്യമോ പൊളിറ്റിക്കലായ കാര്യമോ ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. മുഴുവൻ കർത്താവിന്റെ വൻകാര്യങ്ങളാണ്. അത് പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടില്ല. ഉറങ്ങേണ്ട സമയത്ത് ഭക്ഷണം കഴിച്ച് കൂറുക്കം വലിച്ച് ഉറങ്ങേണ്ട സമയത്തും എന്താ പ്രസ്താവിക്കുന്ന? പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ ദൈവത്തിന്റെ വൻകാര്യം. ഞാൻ നിങ്ങളോട് പറയുകയാണ് സഹോദരന്മാരെ, ഇങ്ങനെയൊക്കെ സാധിക്കുമെങ്കിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ, പരിശുദ്ധാത്മാവ് നിയന്ത്രിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇന്നലെ ഞാൻ പറഞ്ഞു, ഇന്നലത്തെ പത്രോസിന്റെ ലേഖനത്തിൽ ആദ്യത്തെ മുഴുവൻ ഒരു വാക്യമേ ഉള്ളൂ ഭർത്താക്കന്മാരോട്. ബാക്കി മുഴുവൻ ആരോടായിരുന്നു? ഇന്നലെ ഭാര്യമാരോടായിരുന്നു ദൈവം കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ എഫേസ്യർ ഇതിനെല്ലാം കാരണം എന്താ അറിയോ? ഇന്ന് ആരോടാ കൂടുതൽ സംസാരിക്കുന്നത്? നിങ്ങൾ തന്നെ നോക്കിയേ. ആദ്യത്തെ 22, 23, 24 3 വാക്യങ്ങൾ ഭാര്യമാരോടാണെങ്കിൽ എത്ര വാക്യമുണ്ട് ഭർത്താക്കന്മാരോട്? 25 മുതൽ 33 വരെ 9 വാക്യവും. അപ്പൊ എത്ര കിട്ടിയാ? 3. അപ്പം ഇന്ന് നമുക്ക് കുശാലാണ് സൗകര്യമാർക്ക് ആശ്വസിക്കാനുള്ള ദിവസവും. നമുക്ക് ഭർത്താവിന് കീഴടങ്ങണം എന്ന് എഫേസ്യക്കാരൻ നമ്മോട് ആവശ്യപ്പെടുമ്പോൾ അതിന് ചില കാരണങ്ങൾ പറയുന്നു. നമുക്ക് ആ കാരണങ്ങൾ നോക്കാം. 3 റീസൺ ഇവിടെ കാണുന്നുണ്ട്. കീഴടങ്ങിയേ മതിയാവും, കീഴടങ്ങണം എന്നുള്ളത്. ആ 3 റീസൺ ഒന്നായിട്ട് പരിശോധിക്കാം. അതിന്റെ 22-ാമത്തെ വാക്യത്തിൽ നമുക്ക് 1-ാമത്തെ റീസൺ കാണാനായിട്ട് പറ്റും. നോക്ക്, ഭാര്യമാരെ കഴിഞ്ഞ് കർത്താവിനെ. അപ്പൊ അവിടെ കർത്താവ്, ഇതാണ് നമ്മൾ വേദപുസ്തകത്തിലെ നമ്മുടെ പുതിയ നിയമത്തിന്റെ തിയോളജി പഠിക്കുമ്പോൾ അതിൽ ഏറ്റവും വലിയൊരു കാരണം ലോർഡ്ഷിപ്പ്. ആരുടെ ലോർഡ്ഷിപ്പാണ് നമുക്കുള്ളത്? രക്ഷിക്കപ്പെടുമ്പോൾ നമ്മൾ എന്താണ് പറയുന്നത്? യേശുവിനെ കർത്താവ് എന്ന് വായു കൊണ്ട് ഏറ്റുപറയും. രണ്ടാമതാണ് നമുക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിക്കുന്നത്. ആദ്യമായി കാര്യം മനസ്സിലാക്കിയാൽ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്, രക്ഷിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ എന്റെ ആളുകളുടെ കൂട്ടത്തിലേക്ക് ആലയിൽ വരണമെങ്കിൽ ആദ്യമായിട്ട് എന്ത് ചെയ്യണം? ഇടയനായ യേശു ക്രിസ്തുവിന്റെ ലോർഡ്ഷിപ്പിന് കീഴിലേക്ക് വരണം. മനസ്സിലാവുന്നുണ്ടോ? അവന്റെ ഇടയ ഗോലിന് കീഴിലേക്ക് വരണം. സമർപ്പിച്ചങ്ങോട്ട് കൊടുക്കണം. ഏത് സ്നാനക്കുളത്തിൽ കേൾക്കുന്ന ആദ്യത്തെ വാക്കെന്താണ്? യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്, അല്ലേ? അപ്പോൾ സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോഴാണ് അതെ നിന്റെ സമർപ്പണത്തിന്റെ ഏറ്റുപറച്ചിലിന്റെ അടിസ്ഥാനത്തിൽ നിന്നെ പിതാവിന്റെ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്ഥിരപ്പെടുന്നു. അപ്പോൾ ലോർഡ്ഷിപ്പ് വളരെ പ്രധാനം. ലോർഡ്ഷിപ്പ് എടുത്തില്ലാതെ രക്ഷിക്കപ്പെട്ടവരല്ല. യേശു കർത്താവിന് പൂർണ്ണമായി അവനും അവന്റെ നടത്തിപ്പിനുമായിട്ട് കീഴ്പ്പെടാൻ സമർപ്പിച്ചു കൊടുക്കുന്നതാണ് ലോർഡ്ഷിപ്പ്. അപ്പൊ 1-ാമത്തെ റീസൺ എന്താണ്? ഭാര്യ കർത്താവിന് കീഴടങ്ങേണ്ട 1-ാമത്തെ കാരണം എന്താണ്? കർത്താവിന്റെ ലോർഡ്ഷിപ്പിന് കീഴിലാണ് നീ ആയതുകൊണ്ട് കർത്താവിന്റെ ലോർഡ്ഷിപ്പിന് എന്നവണ്ണം ഭർത്താവിന്റെ ലോർഡ്ഷിപ്പിനും കീഴടങ്ങണം. നിങ്ങൾക്കറിയാമോ, പത്രോസിന്റെ ലേഖനത്തിൽ പറയുമ്പോൾ സാറാ ഭർത്താവിനെ വിളിച്ചിരുന്നത് കൂറിയോസ്. കർത്താവിനെ വിളിക്കുന്ന പേര് തന്നെയാണ് യജമാനത്. കൂറിയോസ് അഗ്രീഷുമായിട്ട് നോക്കൂ. അപ്പോൾ സത്യത്തിൽ അപ്പോൾ ഭാര്യ ഭർത്താവിന് കീഴ്പ്പെടുമ്പോൾ ആർക്കാണ് ആക്ഷരികമായി പ്രായോഗികമായി കീഴടങ്ങുന്ന? ആർക്കാണ്? നിങ്ങൾക്കൊരു വലിയ ഭാഗ്യം.
കർത്താവിന്റെ ലോഡ്ഷിപ്പിന് കീഴടങ്ങിയതാണെങ്കിലും അല്ലെങ്കിലും കീഴടങ്ങണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? പത്രോസിന്റെ ലേഖനത്തിന്റെ 3-ാം വാക്യത്തിൽ എന്താ നിങ്ങളുടെ ഭർത്താക്കന്മാർ വചനം അനുസരിക്കാത്ത പക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ട്. രക്ഷിക്കപ്പെടാത്ത ഭർത്താക്കന്മാർക്ക് എന്ത് ചെയ്യണം? നിങ്ങൾ കർത്താവിന്റെ ലോഡ്ഷിപ്പിന് കീഴ്പ്പെട്ടതുകൊണ്ട് രക്ഷിക്കപ്പെടാത്ത ഭർത്താക്കന്മാർക്ക് എന്ത് ചെയ്യണം? കീഴ്പ്പെടാൻ കഴിയും. അതിനുള്ള പ്രവൃത്തി ക്രിസ്തുവിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ക്രിസ്തു നിങ്ങളെ ശക്തീകരിക്കും. ക്രിസ്തുവിന് അത് കഴിഞ്ഞു. നിങ്ങൾക്ക് വേണ്ടിയാണ് അവൻ കുരിശിലേക്ക് കയറിയത്. നിങ്ങളെ പ്രാപ്തരാക്കുവാൻ വേണ്ടിയാണ് അവൻ കുരിശിൽ കയറിയത്. നിങ്ങളുടെ പാപങ്ങളെ ചുമന്നുകൊണ്ടാണ്, നിങ്ങളുടെ അഹന്തയെ ചുമന്നുകൊണ്ടാണ്, നിങ്ങളുടെ സ്വാർത്ഥതയെ ചുമന്നുകൊണ്ടാണ്. നിങ്ങൾക്ക് അത് വിശ്വസിക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് പറയുന്നത് അവന്റെ അടിപ്പിണതകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിട്ടുണ്ട്. അത് വിശ്വസിക്കും. ഈ 2 കാര്യം വിശ്വസിച്ചാൽ നിശ്ചയമായിട്ട് നേടാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ കാരണം പറയുന്നത് എന്താണ്? യേശുവിന്റെ കർത്തൃത്വം. രണ്ടാമത്തെ കാരണം ഭർത്താക്കന്മാർക്ക് ദൈവം കൊടുത്ത ലീഡർഷിപ്പ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് പറഞ്ഞത്? ഓപ്പറേഷന് വേണ്ടി ദൈവം ആർക്കാണ് വീട്ടിൽ അധികാരം കൊടുത്തിരിക്കുന്ന? ആർക്കാണ്? ഭർത്താവ്. നോക്കാം, ഇതിനകത്ത് തന്നെ എടുക്കാൻ സാധിക്കും. കർത്താവിനെ എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക്. രണ്ടാമത്തെ നിങ്ങൾക്ക് എഴുതുമ്പോൾ മനോഹരമായ ഒരു വാക്കെടുക്കുന്നുണ്ട്. അത് രണ്ടാമത്. ഒന്നാമത്തെ റീസൺ എന്താണ്? യേശു കർത്താവിന്റെ കർത്തൃത്വത്തിന്റെ കീഴിലാണ് നിങ്ങൾ എന്നതുകൊണ്ട് ഭർത്താക്കന്മാർ കീഴടങ്ങണം. രണ്ടാമത്തേത് ഏറ്റവും മനോഹരമാണ്. നിങ്ങൾ നോക്കിയേ, എന്ന പോലെ കഴിഞ്ഞൊരു വാക്കുണ്ടോ? എന്താണ് ഒരു വാക്ക്? സ്വന്തം. എത്ര എളുപ്പമായിരിക്കും കീഴടങ്ങാൻ. ഭർത്താക്കന്മാര് നിങ്ങളുടെ എങ്ങനെയുള്ളവരാ? സ്വന്തം. എന്റെ സ്വന്തം. ഞാൻ ചോദിക്കട്ടെ, എന്റെ സ്വന്തമായ ഒരു കാര്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാത്ത ആളുകൾ എത്ര മണ്ടന്മാരാ? നിങ്ങൾക്ക് സ്വന്തമായിട്ട് പറഞ്ഞിരിക്കുന്ന ആരെയാ? ഭർത്താവിനെ. നോക്കിയ കർത്താവിന്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് സ്വന്തമായി കർത്താവ് ആരെ നൽകിയിരിക്കുന്നു? ഭർത്താക്കന്മാരെ നൽകിയിരിക്കുന്നു. അവർ നിങ്ങളുടെ സ്വന്തമായതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പോലും ഈ നിലയിൽ സ്വന്തം ആണോ? നിങ്ങളോ? ആണോ? ഭർത്താവാണോ ഏറ്റവും സ്വന്തം? കുഞ്ഞുങ്ങളാണോ ഏറ്റവും സ്വന്തം? അതിനെന്താ സംശയം? കുഞ്ഞുങ്ങൾ വരും, ചിലപ്പോൾ കുഞ്ഞുങ്ങൾ വന്നില്ല എന്നും വരും. അതുകൊണ്ട് സ്വന്തം ആരാണ്? നമ്മൾ പറയല് കിളവിനും കിളവി എന്നാണ് പോവാ അല്ല, പിള്ളേരെല്ലാം പോയി. ഇപ്പൊ പിള്ളേരെല്ലാം ഇംഗ്ലണ്ടിലും അയർലൻഡിലും ഒക്കെ കേരളത്തിൽ പറഞ്ഞത്. അല്ലെ ഗൾഫിൽ എവിടെയും, അല്ലെ ബോംബെ. പിന്നെന്തോ ചെയ്യും? രണ്ടുപേരുടെ ചുമ്മാ ഞങ്ങൾ പറയാം അപ്പച്ചി രക്ഷിക്കപ്പെട്ട ഇതിലും രസമാകട്ടോ. ഇങ്ങനെയാണ് തുച്ഛം പറയുമ്പോ ചില സാധനങ്ങളാണ് പറയും അപ്പച്ചി രക്ഷിക്കപ്പെട്ട ഇതിലും വലിയ സുഖമാണ്. ഇപ്പൊ രക്ഷിക്കപ്പെടാതെ നിങ്ങൾക്ക് എന്നത്ര സ്നേഹിച്ചാലും അങ്ങോട്ട് അങ്ങേയറ്റം വരെ എത്തിയില്ല. എന്നാൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇതിന്റെ ശക്തിയൊക്കെ കൂടും. മൂന്നാമതൊരു കക്ഷി നിങ്ങളെ ഒന്ന് കുറച്ചുകൂടി സഹായിക്കും എന്ന് പറയും. നല്ല വാർദ്ധക്യത്തിലേക്ക് ചേർന്നൊക്കെ അവിടെ സഭയിൽ വരാറുണ്ട്. കാരണം അവർക്ക് ഇത് കേൾക്കുമ്പോൾ ഒരു ആകർഷണം. ഞാൻ ഇന്നലെ പറഞ്ഞു, ക്രിസ്തീയ കുടുംബം ദൈവം സൃഷ്ടിച്ചെന്താന്ന് ഈ എപ്പിസോഡുകാരൻ വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്. കുടുംബത്തിന്റെ ലക്ഷ്യം അത് മറന്നു പോകാതെ പറയാൻ വേണ്ടി ഞാൻ പറയുകയാണ്. നമുക്കതിന്റെ എന്തുകൊണ്ടാണ് ഭാര്യയും ഭർത്താവ് ഇത്ര സ്നേഹിക്കേണ്ടത്? കീഴടങ്ങിയും ജീവൻ കൊടുത്ത് സ്നേഹിക്കും. എന്തിനാണ് ഇത്ര ചേർന്നിരിക്കേണ്ടത്? ഇത് ദൈവം ഒരു വലിയ നിഗൂഢ മർമ്മം അതിൽ കൂടി ലോകത്തിൽ വെളിപ്പെടുത്തുകയാണ്. എന്താണ്? അതിന്റെ 31-ാമത്തെ വാക്യം പറയുന്നു. അതിനുശേഷം ഒരു മർമ്മവും പറയുന്നു. എന്താണ്? അതിനിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ച് ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെ ഉദ്ദേശിച്ചത്രേ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഭാഗം പഠിക്കുമ്പോൾ എന്തിനാണ് ഇത്രയധികം ഭാര്യയും ഭർത്താവും ചേർന്ന് പറ്റിച്ചേർന്ന് ഒരു ശരീരമായിട്ട് പോകുന്നത്? ഫെവിക്കോളിന്റെ പരസ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 2 ആനയെ അങ്ങോട്ട് പിടിക്കുന്നുണ്ടോ? ഒരു ഡിസ്ക് ചേർത്ത് വെച്ചിട്ട് തുടലിട്ടിട്ട് ഒരാനെ അങ്ങോട്ട് പിടിക്കും, ഒരാനെ ഇങ്ങോട്ട് പിടിക്കും. ഒട്ടുവോ? ഫെവിക്കോളുകാർ സമ്മതിക്കത്തില്ല. അത് പൊളിഞ്ഞത് ഒറ്റയായി പോയി. ഇതുപോലെ ആണോ നമ്മുടെ ക്രിസ്തീയ ഭാര്യയും ഭർത്താവും കൂടെ പറ്റിച്ചേർന്ന ഫെവിക്കോൾ പോലെയാണ്? അതിലൊക്കെ എത്രയോ എത്രയധികമായിട്ട് ഇത് പറ്റിച്ചു. ഇത് പറ്റിച്ചേരുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഭാര്യ ഭർത്താവിനോട് പറ്റി നിൽക്കുക, എപ്പോഴും കീഴടങ്ങി. എന്താ പറഞ്ഞിരിക്കുന്നത്? യജമാനെ അല്ലേ? എങ്ങനെയാ ഭർത്താവിനെ എന്ന് പറഞ്ഞ് വിളിക്കേണ്ടത്? ഇന്നലെ മുതൽ എങ്ങനെയാണ് ഭർത്താവിനെ വിളിക്കേണ്ടത്? സ്ത്രീകൾ എങ്ങനെയാണ് വിളിക്കേണ്ടത്? നിങ്ങളത് വിളിച്ചു നോക്കിയ കാര്യങ്ങൾ മാറാൻ വരും. അല്ലാതെ എടാ പോടാ മോനെ, എടാ കൊച്ചേ, ഒരു ഭാര്യ വിളിക്കുന്ന എടാ കൊച്ചായിട്ടുണ്ട്, അത്രയും എന്നോട് കൊച്ചാകാൻ ബൈബിള് പറയുന്നില്ല.
പക്ഷെ നിങ്ങൾ യജമാനെ എന്ന് വിളിക്കുമ്പോ തന്നെ കാര്യങ്ങൾ സ്ഥിതി മാറും. ഭാര്യ വിളിച്ചൊരു ചായ കൂടി യജമാനെ ചായ. പക്ഷെ ഇപ്പൊ ഒരു കുഴപ്പമില്ലറിയോ, ഇങ്ങനെ വിളിക്കാൻ തുടങ്ങിയ ഭർത്താവിനാ നാണം. ഇന്നലെ അവര് എന്തെല്ലാം പേരിലാണ് ഞാൻ അറിയപ്പെട്ടത്. ഇന്ന് ഇങ്ങോട്ട് വന്നേക്ക് ഒരു ചായ ദൈവത്തെ ഓർത്ത് എന്നെ ഇങ്ങനെ നാണിപ്പിക്കല്ലേ. വലിയ സങ്കടം. നിശ്ചയമായിട്ടും ഇങ്ങനെ യോജിക്കാൻ പറഞ്ഞ എന്തിനാണെന്നറിയാമോ? ഞാൻ ആത്മാർത്ഥമായിട്ട് ഇവിടെ സെമിച്ചറിയിട്ടുണ്ട്. ഞങ്ങള് വർഷങ്ങൾക്ക് മുമ്പ് ഒരുമിച്ച് ആരംഭിച്ചോടെ സഭാപ്രവർത്തനം. അന്ന് ഞങ്ങൾക്ക് അതിനുശേഷം അദ്ദേഹം ഇങ്ങോട്ട് പോകുന്നു. ചില വർഷങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്നു. ആ കാര്യത്തിലെ കാര്യം ചോദിച്ചു. ഞങ്ങളെ ആളുകൾ പറയും ഞങ്ങളുടെ സ്നേഹം, ഞങ്ങളുടെ ഉള്ള കുടുംബങ്ങൾ തമ്മിലുള്ള സ്നേഹം വിട്ടുപിരിയാൻ വരാത്ത ഈ ആത്മാർത്ഥതയെ കാണുമ്പോൾ എത്ര പേര് പറയുന്നത് നിങ്ങളെപ്പോലൊക്കെ ആകണമെന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് പറ്റുന്നില്ല. എന്റെ അമ്മാച്ചൻ ഏതാണ്ട് എന്റെ വിശ്വാസ ജീവിതത്തോട് 10 വർഷം എതിർത്ത് നിൽക്കും. അദ്ദേഹം മരിച്ചു പോയതിനു ശേഷം അദ്ദേഹം ഭയങ്കരമായിട്ട് ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ മൗനമായിട്ടിരുന്നു. ഞാൻ പറയുമ്പോൾ ഗേറ്റിൽ വരെ അന്നേശ്വരോട് പറയാം, എടാ ഞാൻ നീ വിശ്വസിക്കുന്നുണ്ട്, വിശ്വസിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല, അതെങ്ങനെയാണ് അത് സാധിക്കുന്നത്? ഭയങ്കര എതിർപ്പായിരുന്നു. അവസാനം പൊട്ടിപ്പോയി. കാരണം നമ്മളെ ആളുകൾ ശ്രദ്ധിക്കുന്നു. ഈ മർമ്മം വലിയ ക്രിസ്തുവിനെ സഭയെ ഉദ്ദേശിച്ചത്. ക്രിസ്തുവും സഭയും തമ്മിലുള്ള ഈ അഗാധ ബന്ധം, നിത്യതയിൽ പോലും വേർപിരിയാത്ത ഈ ഗൂഢബന്ധത്തിന്റെ ഒരു ചെറിയ ഭൗമിക സാമ്പിൾ വേണ്ടേ? വേണോ? ഇതെങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഈ ക്രിസ്തു സഭയിലൂടെ ഇവിടെ ഇത്ര വൃത്തികെട്ട മനുഷ്യരെ, പാപത്തിന്റെ ഭംഗിരാവസ്ഥയുടെ പടുകുടിയിൽ കിടന്ന ഈ നികൃഷ്ട ജീവികളെ ഈ പരിശുദ്ധ ദൈവം ഇങ്ങനെ എങ്ങനെ എടുത്ത് ചേർത്ത് വെക്കും? അവരോടുകൂടി ഒരു സിംഹാസനത്തിലിരിക്കും, വിധിക്കുന്നിടത്ത് വിധിക്കുവാൻ തക്ക അവകാശം കൊടുത്ത് വലതുവശത്തിരുത്തും. ഇതൊക്കെ വിശ്വസിക്കാൻ വലിയ പാടാണ് ആളുകൾ പറയുന്ന. അപ്പൊ നമ്മൾ പറയും പാവപ്പെട്ടവരാണ് ഞങ്ങൾ, ബലഹീന പ്രകൃതിയൊക്കെ ഉള്ളവരാണ്, എങ്കിലും ഞാനും എന്റെ ഭാര്യയും തമ്മിലുള്ള സ്നേഹം നിങ്ങൾ എത്ര ആത്മാർത്ഥമായിട്ട്. അതിന് കാരണം ഇത് ഒരു സാമ്പിളാണ്. ഈ വാക്യം കാണിച്ചു കൊടുക്കും. ഞങ്ങൾക്ക് ഇങ്ങനെ സ്നേഹിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട്, ഭാവിയായ ഞങ്ങൾക്ക് ഇത്രയും കഴിയുമെന്നും എങ്കിൽ പരിശുദ്ധനായ ദൈവത്തിന് ഒരു ദിവസം നമ്മളോട് ചേർന്ന് എത്ര അഗാധമായ സ്നേഹത്തിൽ നിത്യതയിൽ വാഴുവാൻ കഴിയും. ഇതാണ് പറഞ്ഞത്. ക്രിസ്തുവും സഭയും തമ്മിൽ നഷ്ടപ്പെട്ടു പോയ ലോകത്തെ ക്രിസ്തു തന്റെ ശരീരത്തിലെ പഞ്ചക്ഷതങ്ങൾ കൊണ്ട് ചോര വാർന്ന് പിതാവിൽ എന്നേക്കുമായിട്ട് ഒരു നിത്യമായ ഒരു വേർപാട് പോലെ കുറെ സമയത്തേക്ക് മാറി നിലവിളിച്ച് അയ്യം പിടിച്ച് കരഞ്ഞ് മരിച്ച് സമ്പാദിക്കുന്ന സഭയോട് അവന്റെ ആർദ്രതയും സ്നേഹവും എത്ര അധികമായിരിക്കും കാണിക്കുവാൻ ഒരു സാമ്പിൾ വേണ്ട ഭൂമി. അതിനുവേണ്ടിയാണ് കുടുംബം വെച്ചത്. ഞാൻ പറഞ്ഞതാണ് ദൈവത്തിന്റെ സ്പിരിച്വൽ നീഡ്. സോഷ്യൽ നീഡ് എന്ന് പറഞ്ഞ് വർദ്ധിച്ചു വരികയാണ്. നമ്മളിനിയും ഇമോഷണൽ നീഡിനെ കുറിച്ച് പറയും. വൈകാരിക വേദനയും ആകുലതയും പ്രയാസങ്ങൾ പങ്കുവയ്ക്കുവാൻ, പോരാട്ടങ്ങളിൽ ഒന്നിച്ചിരിക്കുവാൻ, വിഷമസന്ധികൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ ഈ ഭാര്യയല്ലാതെ വേറെ ആരാണ്? ഞാൻ വിചാരിക്കും ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദാനം ഒരു പുരുഷൻ അവന്റെ ഭാര്യയും. ഞാൻ പറയട്ടെ, ഇവിടെ സൗന്ദര്യത്തിന് യാതൊരു അർത്ഥവുമില്ല. സൗന്ദര്യം വരുമ്പോൾ ലാവണ്യം രസവും സൗന്ദര്യം വ്യാജവുമാണ് എന്നാണ് അല്പസമയത്തേക്ക് മാത്രം നിൽക്കുന്നത്. പക്ഷെ ഈ അഗാധ സ്നേഹം, ഞാൻ പറയട്ടെ, ഒരു ഭാര്യാഭർത്തൃ ബന്ധം നിങ്ങൾ വിചാരിക്കുന്നത് പുറത്തുനിന്ന് അകത്തോട്ടാണോ, അകത്തുനിന്ന് പുറത്തോട്ടാണോ? അകത്ത് നിന്ന് പുറത്തേക്ക്. ക്രിസ്തുവിന്റെ സ്നേഹം ഇവിടുന്ന് നമുക്ക് പുറമെ എന്നാണ്, അകത്ത് നിന്ന് പുറത്തേക്ക്. നമ്മൾ അകത്ത്, അതുകൊണ്ടാണ് പറഞ്ഞത് പുറമെയുള്ള ക്രിസ്തീയമായ ആചാര അനുഷ്ഠാനങ്ങളെക്കാൾ കർത്താവിനുള്ള ഒറ്റ സ്നേഹം, പരിശുദ്ധാത്മാവിൽ നമ്മുടെ ഹൃദയത്തിൽ പകർന്നിരിക്കുന്ന ദൈവസ്നേഹം. ആ സ്നേഹം ഇൻഡ്യൂസ് ചെയ്ത ആ സ്നേഹം അതെല്ലാ തലങ്ങളെയും കടന്ന് പുറത്തു വരുമ്പോഴാണ് ഒരു സ്നേഹ പ്രവർത്തനങ്ങളാണ്. ഇനി പ്രവർത്തനങ്ങൾ ഇല്ലെങ്കിൽ പോലും അതെവിടെ ഉണ്ട്? ഹൃദയത്തിനകത്ത് നിന്ന് പുറത്തേക്കാണ് ആത്മീയമായതും ക്രിസ്തീയമായതും എല്ലാം പറ്റും. ഭാര്യമാർ കീഴടങ്ങുന്നത് പുറത്തുനിന്ന് കീഴടങ്ങാൻ പറ്റുമോ? ഭർത്താക്കന്മാർ അത്ര കീഴടങ്ങാൻ പറ്റിയ ആളുകളാണോ? ഒരു ചോദ്യം ആണോ? അല്ല. പക്ഷെ നിങ്ങൾ അകത്തുനിന്ന് നിങ്ങൾക്ക് എങ്ങോട്ട് കീഴടങ്ങാൻ പറ്റും? നിങ്ങൾ അകത്തൊരു തീരുമാനം എടുത്താൽ പുറത്തും അത്. ഞാൻ 2 കാരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. എന്തൊക്കെയാണ്? 1, യേശുവിന്റെ കർത്തൃത്വം. 2, ഭർത്താവ് നിങ്ങളുടെ സ്വന്തം. 3, ഭർത്താവിന്റെ നേതൃത്വം ദൈവം ഓർഡർ ചെയ്തതാണ്. ഈ 3 കാര്യം സിമ്പിളല്ലേ മനസ്സിലാക്കാൻ. ഈ വാക്യങ്ങൾക്ക് അതാണ്. 22, 23 വാക്യങ്ങൾ അതുണ്ട്. നോക്കൂ, കർത്താവിന്റെ ലോഡ്ഷിപ്പ് എന്നുള്ളത്, കർത്താവ് എന്നുള്ള വാക്ക്. 2, സ്വന്തം എന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ സ്വന്തമാണ്, നിങ്ങളുടെ മാത്രമാണ് ഭർത്താവ്. ദൈവം പറയുകയാണ്, കർത്താവ് നിങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ സ്വന്തമായിട്ട് തന്നിരിക്കുക, സർവ്വസ്വാതന്ത്ര്യത്തോടെ. നിങ്ങൾക്ക് അത് മാത്രമേ ഉള്ളൂ, അതാണ് നിങ്ങളുടെ സ്വന്തം. അതുപോലെ അടുത്ത എന്താണ്?
ഭർത്താക്കന്മാർ, ദൈവം വെച്ചിരിക്കുന്ന അതോറിറ്റി, ഭർത്താവിന്റെ അതോറിറ്റി. ഈ 3 റീസണുകളോട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിങ്ങൾക്ക് കീഴടങ്ങാനായിട്ട് സാധിക്കും. ഈ 3 കാര്യം ഓർഡൈൻ ചെയ്ത ആരാണ്? എന്റെ ചോദ്യം. ഞാൻ പരിശുദ്ധാത്മാവിനെ എടുത്ത് ആത്മാവ് അറിയാൻ പറഞ്ഞു 18 വാക്യത്തിൽ. ഈ 3 കാര്യങ്ങൾക്ക് ഓർഡൈൻ ചെയ്ത ആരാണ്? ലോഡ്ഷിപ്പ് കീഴിലോട്ട് കൊണ്ടുവന്ന ആരാണ്? പരിശുദ്ധാത്മാവല്ലേ ലോഡ്ഷിപ്പിലോട്ട് കൊണ്ടുവന്നു. രണ്ടാമത്, നിങ്ങൾക്ക് സ്വന്തമാക്കി നിങ്ങളെ യോജിപ്പിച്ചത് ആരാണ്? ഭർത്താവിനെ തന്ന ആരാണ്? പരിശുദ്ധാത്മ. ഈ ഭർത്താവിന്റെ അതോറിറ്റിയും ഓർഡൈൻ ചെയ്ത സ്വർഗത്തിൽ നിന്നാണ് പരിശുദ്ധാത്മാവാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് കീഴടങ്ങുവാനായിട്ട് സാധിക്കും. ഈ വചനം വായിക്കുകയും ധ്യാനിക്കുകയും ഹൃദയത്തിൽ ഏറ്റെടുക്കുകയും ചെയ്യുമ്പോൾ എത്രയധികം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ശക്തി നൽകും. ഇത് കീഴടങ്ങുവാൻ തക്കവണ്ണം നിശ്ചയമായിട്ടും കീഴടങ്ങുവാനായിട്ട് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഹാർട്ടിന്റെ ഇഷ്യൂ ആണ്, ഹൃദയത്തിന്റെ പ്രശ്നം. നമ്മുടെ വില്ല് ദൈവവചനത്തിനായിട്ട് പൂർണ്ണമായിട്ട് കീഴ്പ്പെടുത്തി കൊടുക്കുമ്പോൾ ഈ കാര്യം സാധിക്കും, നിശ്ചയമായിട്ട് സാധിക്കും. യാതൊരു തടസ്സവും ഈ കാര്യത്തിലില്ല. നിശ്ചയമായിട്ട് പാപത്തെ അതിജീവിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ ഫലം എന്ന് പറയുന്നത് എന്താണ്? പരിശുദ്ധാത്മാവിന്റെ ഫലത്തിൽ ഒന്നാമത് വായിക്കുന്നത് എന്താണ്? അവന്റെ ഫലമായിട്ട് റോമാലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നു, നിങ്ങളുടെ ഹൃദയത്തിൽ പകരപ്പെട്ട പരിശുദ്ധാത്മാവിലൂടെ ദൈവസ്നേഹത്തിന്റെ ഹൃദയങ്ങളിൽ നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയത്തിൽ പകർന്നിരിക്കും. ഇതുകൊണ്ട് നമുക്ക് രണ്ടാമത്തെ കാര്യം ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ദൈവിക ആലോചന, വിജയകരമായ വിവാഹത്തിന്റെ രണ്ടാമത്തെ ആലോചന എന്താണ്? ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം. ഇന്നലെ രണ്ടാമത്തെ ആലോചന ആരും ഓർക്കുന്നുണ്ടോ? അല്പം വ്യത്യാസം ഉണ്ടായിരുന്നു. പത്രോസിന്റെ ലേഖനത്തില് എന്തായിരുന്നു? 1 പത്രോസ് എടുത്ത് 3-ാം അധ്യായം പെട്ടെന്ന് എടുത്ത് 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ അതിന്റെ അവസാനത്തെ വാക്യം ഒന്ന് വായിച്ചു. 7-ാം വാക്യം ഒന്ന് വായിച്ചു. അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോടുകൂടെ വസിച്ച് സ്ത്രീജനം ബലഹീനപാത്രമെന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളെന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുത്തി. അപ്പൊ ഇന്ന് പുരുഷന്മാരുടെ അല്ലെങ്കിൽ ക്രിസ്ത്യ നമ്മുടെ സഹോദരന്മാരുടെ ഡ്യൂട്ടി എന്താണ്? ഇന്നത്തെ വചനമനുസരിച്ച് എന്താണ് സഹോദരന്മാരുടെ ഡ്യൂട്ടി? ഭാര്യമാരെ സ്നേഹിക്കാം. അതെങ്ങനെയൊക്കെയാണെന്ന് ഇപ്പോൾ പറയാനുള്ള സമയം എന്റെ മുന്നിലുണ്ട്. ഇന്നലെ പറഞ്ഞ എങ്ങനെയാണ്? ബഹുമാനിക്കുക. എന്തുകൊണ്ടൊക്കെയാണ് ബഹുമാനിക്കേണ്ടതെന്ന് ചില 4 റീസണിൽ നിർത്തുന്നത്. എന്തുകൊണ്ടൊക്കെ ഒരു വാക്യത്തിൽ എന്തുകൊണ്ടൊക്കെയാണ് ബഹുമാനിക്കേണ്ടത്? ഇന്ന് സ്നേഹിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. അതിനുശേഷം സമയം കിട്ടിയാൽ ബഹുമാനിക്കേണ്ടതിന്റെ കാരണങ്ങൾ പറയാം. ഇവിടെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ്? ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കാൻ പറഞ്ഞു. 25 മുതൽ അതിന്റെ 31 വരെയുള്ള വാക്യത്തിൽ സ്നേഹിക്കേണ്ട രീതിയാണ് പറഞ്ഞിരിക്കുന്നത്. 25 മുതൽ അതൊന്ന് വായിക്കാം. 25 മുതൽ. ഭർത്താക്കന്മാരെ, ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. അവനവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ, ചുളുക്കം മുതലായ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധവും നിഷ്കളങ്കവുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അവളുടെ ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. ആരും തന്റെ ജഡത്തെ ഒരു നാളും ഭാവിച്ചിട്ടില്ലല്ലോ. ക്രിസ്തുവും സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തുക എത്രേ ചെയ്യുന്നത്. നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളല്ലോ. ഇത്രയും വാക്യങ്ങൾ നമ്മൾ വായിച്ചപ്പോൾ മനസ്സിലായി എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്. നോക്കിയേ, ഒന്നാമത് കാണുന്നത് ഭർത്താക്കന്മാരെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭാര്യമാർ. ഇത് വലിയൊരു വിഷയമാണ്. ക്രിസ്തു എങ്ങനെയാണ് സഭയെ സ്നേഹിച്ചത്? നിങ്ങൾക്ക് എല്ലാം അറിയാം. ഒറ്റ വാക്യം പറഞ്ഞാൽ എങ്ങനെയാണ് സ്നേഹിച്ചത്? പറഞ്ഞു സഹോദരിമാർ, തങ്ങളുടെ ജീവൻ അവർക്കാണ് ആവശ്യം. എന്താ പറയുക? ക്രിസ്തു സഭയെ സ്നേഹിച്ചത് എന്ത് കൊടുത്താണ്? വേറെ ഒന്നും കൊടുത്തിട്ടില്ല. എന്താ കൊടുത്തത്? തന്റെ ജീവൻ, ചങ്കിലെ ചോര കൊണ്ട്. നമ്മൾ പാട്ട് പാടും, ചങ്കിലെ ചോര കൊണ്ട് ചങ്ക് പിളർന്നു. ആ ചോരയുടെ അവസാനം കുത്തിപ്പെടുന്നത് ശരീരത്തിന്റെ നാഡീവ്യൂഹത്തിലൂടെ വരുന്ന ചോരയുടെ മുഴുവൻ എന്ത് ചെയ്തു? അത് മുഴുവൻ മുറിയൊലിച്ചു പോയി. ആ ക്രൂശിന്റെ ആണിയുടെ വിടവിലൂടെ എല്ലാം അത് മുറിയൊലിച്ചു. അടികൊണ്ടും മുടിയേറ്റും എല്ലാം അത് ഒലിച്ചു തീർന്നു. ഇത് കഴിഞ്ഞപ്പോൾ അല്പം ചോര കൂടി അവശേഷിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. പാപികളെ കൊണ്ടാണ് ദൈവം ഇത് ചെയ്യിച്ചത് മാത്രം. പാപികളെ കയ്യാലാണ് ഈ വിരോധം സഹിച്ചത് മാത്രം. അവസാനം ഒരു കൊടിയെ പാപിക്ക് തോന്നി അവിടെ ഞാൻ അല്പം ചോര ഇരിപ്പുണ്ടോ എന്ന് അവൻ എന്ത് ചെയ്തു? ഒറ്റ കുത്തു. അവസാനം അവിടെ രക്തവും വെള്ളവും.
അവസാനം ഇരിക്കുന്ന രക്തം ഹൃദയത്തിന്റെ അടിയിൽ ഈ പെരിക്കാർഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന സാധനം ഹൃദയത്തിനടിയിൽ അതിനോട് ചേർന്ന് അതിന്റെ ഡെൻസിറ്റി വ്യത്യാസം ഉള്ളതുകൊണ്ട് ആ ബ്ലഡ് ഒരു ഭാഗത്തായിട്ട് കിടക്കും. ആ ബ്ലഡും ഈ പെരികാർഡിയോ ലിക്വിഡും കൂടെ ഫ്ലൂയിഡും കൂടെ എന്ത് ചെയ്യുന്നു? താഴേക്ക് ചോർന്നു. അപ്പോൾ നമുക്ക് പറയാം അവസാനത്തെ രക്തവും അവർക്ക് വേണ്ടി കൊടുത്തു. സഭയ്ക്ക് അവന്റെ ഭാര്യയ്ക്ക് വേണ്ടി. ക്രിസ്തു ആരാണ്? ക്രിസ്തുവിന്റെ ആരാണ് സഭ? ഭാര്യ. നമ്മൾ ഈ കോണ്ടക്സിൽ ആരാണ് പറയുന്നത്? ഭാര്യ. മണവാട്ടി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭാര്യ. ക്രിസ്തുവിന്റെ വൈഫാണ് അല്ലേ? ഐ വിൽ ഷോ ദ വൈഫ് ഓഫ് ക്രൈസ്റ്റ് എന്നാണ് പറയുന്നത് ദൂതൻ വെളിപ്പാട് 19 വരുമ്പോൾ. ഞാൻ ക്രിസ്തുവിന്റെ ഭാര്യയെ കാണിച്ചു തരാമെന്ന്. മണവാട്ടി എന്നാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വാക്യം. വൈഫിനെ കാണിച്ചു തരാൻ തന്നെയാണ് ട്രാൻസ്ലേഷൻ. ഓക്കെ. അവന്റെ ഭാര്യയെ സ്നേഹിക്കാൻ അവൻ തീരുമാനിച്ചു. അവൻ സ്നേഹത്തിന് നിറവുള്ളവനാണ്. അവൻ പരിശുദ്ധാത്മാവിൽ ആണ് ചെയ്തത്. ഈ ലോകത്തിൽ കുരിശിൽ അവസാനം പിടഞ്ഞു മരിക്കുന്ന സമയം വരെ നമുക്ക് ലഭിച്ച അതേ പരിശുദ്ധാത്മാ നിത്യാത്മാവിനാൽ തന്നെ നിത്യയാഗമായി അർപ്പിച്ചു. പരിശുദ്ധാത്മാവിലാണ് യേശു ക്രൂശിലേക്ക് പോയത്. ദൈവപുത്രൻ എന്ന നിലയിൽ, ദൈവശക്തിയിലല്ല, ഒരു ദൈവം എന്ന നിലയിലല്ല, മനുഷ്യൻ എന്ന നിലയിലാണ്. ഇതാണ് പഠിക്കേണ്ടതായ വലിയ കാര്യം. പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിതമായിട്ടാണ് അവൻ മരുഭൂമിയിൽ പോയത്. പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിതമായിട്ട് അവൻ യെരൂശലേമിലേക്ക് യാത്ര ചെയ്ത് ആരോപണം ചെയ്ത് മരിക്കാൻ പോയത്. പരിശുദ്ധാത്മാവിനാൽ പ്രചോദനായും നിറവുള്ളവനായിട്ടാണ് അവൻ കുരിശിൽ ആണിക്കായി കൈകാലുകളെ വിരിച്ച്. പ്രിയപ്പെട്ടവരെ, ഭാര്യമാരെ സ്നേഹിക്കാൻ നിശ്ചയമായിട്ടും യേശുവിനെ ക്രൂശിലോട്ട് നടത്തിയ പരിശുദ്ധാത്മാവ് ഈ കൽപ്പനയിൽ സ്നേഹിക്കാൻ സഹോദരന്മാരെ പ്രാപ്തീകരിച്ചു. നിങ്ങൾ ആശ്രയിക്കുന്നില്ല. ഞാൻ എവിടെയും പറയുന്നു, നിങ്ങളുടെ വില്ലിനെ സബ്മിസ് ചെയ്യും. നിങ്ങളുടെ ഇച്ഛാശക്തി ആർക്ക് കീഴ്പ്പെടുത്തി കൊടുക്കണം? കർത്താവിനെ കീഴ്പ്പെടുത്തിയിട്ട് പറയണം, കർത്താവെ എന്റെ ഭാര്യയെ സ്നേഹിക്കും. ഞാൻ കല്യാണം കഴിഞ്ഞ ദിവസം മാറാതെ പാടിക്കൊണ്ട് നടക്കുമായിരുന്നാണ് എന്റെ ഭാര്യയോടുണ്ട്. എന്നിലേഖനം നൽവര ധാരയായി എന്റെ ഭാര്യയെ യോഗ്യമായി സ്നേഹിക്കുക എന്നൊരു പാട്ടുണ്ടായിരുന്നു. ആ കർത്താ പാട്ട് എപ്പോഴും ഞാൻ പാടും. എനിക്കറിയാം എനിക്ക് യോഗ്യമായ ഭാര്യയെ സ്നേഹിക്കാൻ പറ്റിയത്. അതുകൊണ്ട് എന്നിലേഖനം നൽവരം ധാരയായി എന്റെ ഭാര്യയെ യോഗ്യമായി സ്നേഹിക്കുക. ഞാൻ കല്യാണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇത് പാടിച്ചു. വെറുതെ നടക്കും ഇങ്ങനെ പാടിക്കണം. കാരണം എനിക്കൊരു പേടിയാണ്, വേണ്ടവരെ സ്നേഹിക്കാതിരിക്കാൻ പറ്റുമോ? സ്നേഹിച്ചില്ലെങ്കിൽ കുഴപ്പമില്ലേ? കർത്താവിന് മുമ്പിൽ ഞാൻ അപരാധിയാക്കുന്നു. അതുകൊണ്ട് ഈ പാട്ട് ഞാൻ പാടുന്നു. ഇതിനോട് ഞാൻ പറയുന്നു, എന്നിലേഖനം നൽവരം ധാരയായി എന്റെ ഭാര്യയെ യോഗ്യമായി സ്നേഹിക്കും. ഭാര്യയുടെ സൗന്ദര്യമോ കഴിവോ പ്രാപ്തിയോ വൈഭവമല്ല സ്നേഹത്തിനാകാരം. നിങ്ങളുടെ ഇച്ഛയാണ്. ദൈവം കൽപ്പിച്ചു, അതുകൊണ്ട് ഞാൻ ചെയ്യും. എന്റെ കർത്താവിനോട് ഞാൻ അനുസരണം കേട്ട് കാണും. ഭാര്യയെ പകയ്ക്കുന്നവൻ സ്വന്തം ശരീരത്തെയാണ് വായിക്കുന്നത്. ഡബിൾ പകയാണ്. ഡബിൾ വായിച്ച് ഭാര്യയെ പകയ്ക്കുന്നവൻ ആരെയാണ് പകയ്ക്കുന്നത്? സ്വന്തം ശരീരത്തെ. ഈ പകയും ചുമന്നോട് ദൈവത്തിന് മുമ്പാകെ നടക്കാൻ പറ്റും? എത്ര കഠിനമായ ശിക്ഷയ്ക്ക് പാത്രം വയ്ക്കും, എത്ര ശാപം വീട്ടിൽ വന്ന് കയറും. അതുകൊണ്ട് ക്രിസ്തു സ്നേഹിച്ചതുപോലെ എന്ന് പറഞ്ഞാൽ അതിനെ ഇങ്ങനെ വിളിക്കാം, എന്താണ്? സഹനപൂർവ്വമുള്ള സ്നേഹത്തിലൂടെ. ഒന്ന് എഴുതിക്കൂ, സഹനപൂർവ്വം ഉള്ള സ്നേഹത്തിലൂടെ ഭാര്യയെ സ്നേഹിക്കും. സഹിച്ചേ പറ്റും. നിശ്ചയമായിട്ടും ഭാര്യയെ സ്നേഹിക്കണമെങ്കിൽ ഭാര്യ ചിലപ്പം എടുത്തിയാട്ടക്കാരിയായിരിക്കാം, ഭാര്യ ചിലപ്പം പിറുപിറുപ്പുകാരിയായിരിക്കാം, ഭാര്യ നമ്മൾ കൊണ്ട് കൊടുക്കുന്നതിനൊന്നും തൃപ്തിയില്ലാത്ത ആളായിരിക്കാം, ഭാര്യ വളരെ ക്ഷീണിച്ചു പോയിരിക്കാം, ഒരു 3-4 പ്രസവിച്ചു, ആകപ്പാടെ ഒരു കോലമായി. സ്നേഹിക്കാതിരിക്കാൻ കാരണമാണ്. ചിലർക്ക് സ്നേഹിക്കാതിരിക്കാൻ കാരണം എന്താ? ഓ ആ പഴയ ഓളമൊന്നുമില്ല, അതുകൊണ്ട് ഇപ്പം വീട്ടിലിരിപ്പൊന്നുമില്ല. എന്നാ പരിപാടി? ഇപ്പൊ എവിടെയാ? അവിടെ കടത്തന്നെ പോയിരിക്കുക വായന. എന്താ കാരണം പറയുന്നത്? പഴയ ഓളമൊന്നും ഇല്ല. ഓളം നോക്കി സ്നേഹിക്കാനാണ് എത്ര നേരം നമ്മളുടെ വായിച്ചത്. ദൈവജനം പറയുന്നത് ഓളം ഉണ്ടെങ്കിലും കൊള്ളാം, ഓളമില്ലേലും കൊള്ളാം, ഭാര്യയെ സ്നേഹിക്കണമെന്നാണ് കൽപ്പന. ഓളമുള്ള ഭാര്യയെ സ്നേഹിക്കുന്നതാണെന്ന് നിശ്ചയമായിട്ടും. കഴിവോ പ്രാപ്തിയോ സൗന്ദര്യമോ വൈഭവമോ അല്ല സ്നേഹത്തിന് ആധാരം, തീരുമാനം. ഭാവികളായ നീചന്മാരായി പടുകുടിയിൽ കിടന്ന ദൈവത്തോട് ശത്രുക്കളായിരുന്ന നമ്മയും ക്രിസ്തു സ്നേഹിച്ചു എന്നാണ് പറയുന്നത്. കൊള്ളരുതാത്ത നമ്മെ സ്നേഹിച്ച്. കർത്താവ് സൗന്ദര്യമുള്ളവളെ അല്ല സ്നേഹിച്ചത്, പിന്നെയോ വിരൂപയെ. കർത്താവ് റാഹേലിനെ അല്ല നോക്കിയത്, പിന്നെയോ ലേഖന. പക്ഷെ നമ്മുടെ മനുഷ്യൻ എന്താ ചെയ്തേ? അദ്ദേഹം സഹനപൂർവ്വം, അദ്ദേഹം സ്നേഹിച്ചതുകൊണ്ട് സഹനപൂർവ്വം സ്നേഹിച്ചില്ല. യാക്കോബ് 19 പോയി 14 വർഷം കഠിനാധ്വാനം, കഠിനവേല, പ്രതിഫലമില്ലാത്ത വേല. അമ്മായിപ്പം പലതവണ ശമ്പളം മാറ്റി, പലതവണ കളിപ്പിച്ചു, കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുത്തില്ല. നോക്കി, അവൻ ആരെയാ സ്നേഹിച്ചത്? വാസ്തവത്തിൽ റാഹേൽ. അവൻ ആരെയാ സ്നേഹിച്ചത്? റാഹേലിനെ.
റാഹേലിനെ അവൾ ഇഷ്ടപ്പെട്ടല്ലേ. ചെന്ന് കഴിഞ്ഞപ്പോൾ കെട്ടും വെച്ചതിനെ കണ്ടതാ അന്നേരം തീരുമാനിച്ചത് ആരാ എന്റെ ഭാര്യ. അവന്റെ ഹൃദയത്തിൽ ആ സ്നേഹം പരിശുദ്ധാത്മാവിലാണ് വീണെന്ന് ഞാൻ വിചാരിക്കും. അവൻ ആ സ്നേഹത്തിൽ വീണതുകൊണ്ട് റാഹേലിന് വേണ്ടി 14 വർഷക്കാലം കഠിനാധ്വാനം ചെയ്ത്, നിങ്ങൾ 14 വർഷം നിസ്സാര കാലമാണ്, കഠിനാധ്വാനം ചെയ്ത് അവളെ നേടി. അതിനുശേഷം ഒരു ഭാര്യയെ വന്നു, മൂടോടെ മാറ്റിയപ്പോൾ കണ്ണ് രണ്ടുമില്ല അല്ലേ, കണ്ണ് കോങ്കണ്ണ. പക്ഷെ അതൊന്നും പുള്ളിക്കില്ല. പുള്ളി ആ പുള്ളിയുടെ തന്നെ മൂടി മാറ്റി വെച്ചു. അതല്ലല്ലോ അതൊക്കെ ഭാര്യ. എന്റെ പുള്ളി എന്ത് പിന്നെ അടുത്തിട്ട് പോയി. എന്താണ്? താൻ സ്നേഹിച്ച ഭാര്യയെ സ്വന്തമാക്കുവാൻ താൻ 14 കൊല്ലം കഠിനാധ്വാനം. റാഹേലിനെ കിട്ടിക്കഴിഞ്ഞാൽ പുള്ളിയുടെ മുഖത്തെന്തായി? തെളിവായി. അത് കഥ വേറെ, മറ്റു പല കാര്യങ്ങളും അവിടെ നമുക്ക് കിടക്കണം. ത്യാഗപൂർവ്വമുള്ള സ്നേഹമാണ് ഒന്നാമത്തെ സ്നേഹം. ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ എന്ന് പറയുമ്പോൾ ഭാര്യമാരെ ഭർത്താക്കന്മാരെങ്ങനെയാ സ്നേഹിക്കുന്നത്? ത്യാഗപൂർവ്വം സ്നേഹിക്കുന്നത്. ഒത്തിരി ത്യാഗം സഹിക്കേണ്ടി. പക്ഷെ ഓരോ ത്യാഗവും ഓരോ അനുസരണമായി പ്രതിഫലത്തിന് ഹേതുവായി നിത്യതയിൽ അങ്ങനെ രേഖപ്പെടുത്തപ്പെടുന്നതാണ്. അത് 25-ാം വാക്യത്തിലുള്ളത്. 26-ാമത്തെ വാക്യത്തിൽ 27-ാം വാക്യത്തിലേക്ക് വരുമ്പോഴാണ് സാന്റിഫൈയിങ് ലവ്, അല്ലെങ്കിൽ സംശുദ്ധീകരിക്കുന്ന. എല്ലാം വാക്കാണ്. നിങ്ങൾ ഓർത്തോ? ആദ്യത്തെ എന്താണ്? സഹനപൂർവ്വമുള്ള സ്നേഹം. രണ്ടാമത്തേത് സംശുദ്ധീകരിക്കുന്ന സ്നേഹം. 26-27 വാക്യത്തിൽ വായിക്കാം. പറഞ്ഞു എന്താണ്? നേരത്തെ ഞാൻ പറയാം. അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് കറ ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കരണയുമായി തനിക്ക് തന്നെ ദേശത്തോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ഇവിടെ ഈ സാന്റിഫൈയിങ് ലവ്, അല്ലെങ്കിൽ സംശുദ്ധമാക്കുന്ന സ്നേഹം, ഇവരുടെ കറയും ചുളുക്കവും മാറ്റി. കറ എന്നിവിടെ എഴുതിയിരിക്കുന്നത് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. സ്പോട്ട് എന്നുള്ള വാക്ക് അവിടെ ഒരു എന്താണ് പറയുന്നത്? ഒരു ഔട്ട്സൈഡ് ഡിഫൈൻമെന്റ്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ അതിന്റെ 27-ാം വാക്യം വായിക്കുക. അത് പുറത്തു നിന്നുള്ള പ്രശ്നങ്ങളിൽ അവർക്ക് ഉണ്ടാകുന്നതായിട്ടുള്ള ചില സ്പോട്ടാണ്, ചില കറയാണ്. കറ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, സ്പോട്ട്. യാക്കോബ് 1:28. പിതാവായ ദൈവത്തിന്റെ മുൻപാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥനെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതവണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതും ആകുന്നു. എന്താണ് ഈ സ്പോട്ട്? ലോകത്താലുള്ള കളങ്കം. ഭാര്യമാരെ സംബന്ധിച്ചോളം പറയുമ്പോൾ അവരുടെ കുറവുകൾ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ സ്നേഹം കൊണ്ട് വേണം അവളെ ശുദ്ധീകരിക്കാനായിട്ട്. കർത്താവിന്റെ ഇത് വൃത്തികെട്ട സഭ എങ്ങനെയുള്ളതാണ്? സഭയെ മനുഷ്യക്കണ്ണിലൂടെ നോക്കിയാൽ എങ്ങനെയാ? ഒരു സഭയെ എടുത്തു നോക്കി. എന്തെല്ലാം തരം ആളുകള്, എന്തെല്ലാം പ്രശ്നങ്ങള്, ക്ഷമിക്കാൻ വയ്യാത്ത ആളുകള്, അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു പറിക്കുന്നവര്, അങ്ങോട്ടും ഇങ്ങോട്ടും തിന്നു കളയുന്നത്, അങ്ങനെയൊക്കെയല്ലേ വേദം എഴുതിയിരിക്കുന്നത്. നിങ്ങൾ തമ്മിൽ കടിച്ചും പറിച്ചും തിന്നും കളയുന്നല്ലോ എന്നല്ലേ കൊരിന്ത്യർ ലേഖനമൊക്കെ പറയുന്നു. സഭയിൽ നോക്കുമ്പോൾ കൊരിന്ത്യർ ലേഖനമൊക്കെ വായിച്ചാൽ മതി. സഭ എന്ന് പറയുന്ന ഒരു റിയാലിറ്റിയാണ്. പക്ഷേ ചൊരിയപ്പെട്ട രക്തത്തിന്റെ ആ മറയിലൂടെ, ആ ഗ്ലാസിൽ പുരട്ടിയ രക്തത്തിലൂടെ, രക്തം പുരട്ടിയ സൂക്ഷ്മദർശിനിയിലൂടെ നോക്കുമ്പോൾ എങ്ങനെയാണ് സഭ? അവള ശോഭാ പരിപൂർണയാണ്, ശുദ്ധയാണ്, നിഷ്കളങ്കയാണ്. അവളുടെ വസ്ത്രം ശുഭ്രമാണ്. ആ രക്ത തേച്ച ആ കണ്ണാടിയിലൂടെ നോക്കും. സംശുദ്ധീകരിക്കും. ലോകത്താലുള്ള കളങ്കം പറ്റാതെ ആരെ സൂക്ഷിക്കണം? അതിനെന്താ പരിപാടി? ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇതിനെക്കുറിച്ച് തുറന്നു തന്നെ പറയും. വളരെ ശ്രദ്ധേയമാണ്. ഇവിടെ പറയുമ്പോൾ, ഇവിടെ ഞാൻ പറഞ്ഞു ഫിസിക്കലായിട്ടുള്ള ഒരു ബന്ധമുണ്ടെന്ന് പറയുകയാണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം, ഇന്ന് കുടുംബജീവിതങ്ങളിൽ വളരെ സ്ഥലങ്ങളിൽ പ്രശ്നം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഭാര്യ ഭർത്താക്കന്മാർ അകന്ന് ജീവിക്കും. ജോലിക്ക് വേണ്ടി ആയിരിക്കാം. എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്? ആ ലോകത്താലുള്ള കളങ്കം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് സ്ഥാപനം. ഭർത്താവ് എവിടെയാണ്? ഭാര്യ എവിടെയാണ്? ഭാര്യ ഇച്ചിരി സൗന്ദര്യമുള്ളതാന്ന് വിളിക്കൂ. ചുറ്റുപാട് റാഞ്ചൻ പക്ഷികൾ എന്ത് ചെയ്യും? റാഞ്ചാൻ നോക്കും. സംശയം. ഇതാണ് ലോകത്താലുള്ള കളങ്കം. ഇതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? ഇതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? ഭർത്താവ്. ഇനി ഭാര്യയെ പിരിഞ്ഞിരിക്കേണ്ടി വന്നാലും പൈസ മുഴുവൻ പോയാലും വേണ്ടിയല്ല, രാവിലെയും വൈകിട്ടും ഫോൺ വിളിച്ചോണ്ടിരിക്കും. എന്തിനാ? ലോകത്താലുള്ള കളങ്കം പറ്റാൻ സാധ്യത. അയ്യോ, നമ്മൾ പറഞ്ഞു ഇതൊക്കെ പറയാമോ? നമ്മളൊക്കെ എത്ര നല്ല മനുഷ്യരാണ് അല്ലേ? അയ്യോ, ഇങ്ങനെ ഞങ്ങളെ കുറിച്ചൊക്കെയാണോ ഇങ്ങനെയൊക്കെ പരിശുദ്ധാത്മാവ് പറയുന്നത് നമ്മൾ ചോദിക്കും. ചിലപ്പോൾ അത്രമേൽ ആത്മീയതയായിട്ടുള്ളതാണ്. പക്ഷെ ദൈവത്തിന് അതിനെ പറയുന്നു, ലോകത്താലുള്ള കളങ്കം പറ്റാനുള്ള സാധ്യത. അപ്പൊ ഭാര്യയെ സംരക്ഷിക്കേണ്ട ചുമതല. ഭാര്യയ്ക്ക് ഏതെങ്കിലും നിലയിലുള്ള കേടുപാട് വന്നാൽ ഉത്തരവാദിയാണ്.
ഭാര്യയെ കുറ്റപ്പെടുത്തണ്ട, ഭാര്യയെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് നിർത്തും. അതിന് എന്നാ കഴുക്കാ കഴുകുന്നത്, എന്നാ വെച്ചാ കഴുകുന്നത്, എങ്ങനെയാണ് ഇത് മാറ്റാൻ വേണ്ടി ചെയ്യുന്നത്? വചനത്തോട് കൂടിയ ജലസ്നാനം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഭർത്താവ് എങ്ങനെയാണ് സംശുദ്ധീകരിക്കുന്ന സ്നേഹത്തിലൂടെ അവളുടെ പുറത്തെ ഡോട്ട്, ലോകത്തിലുള്ള കളങ്കം പറ്റ അവളെ കഴുകാതൊക്കെ എന്തുകൊണ്ട് അവളെ കഴുകണം? എപ്പോഴും അവളെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കണം. പ്രിയപ്പെട്ടവരെ, വചനത്തിന്റെ സാധ്യത നിസ്സാരമല്ല. കർത്താവ് പറഞ്ഞു, ഞാൻ ഇപ്പോൾ സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ സുവിശേഷം 3-ാം വാക്യം, ദൈവവചനം ശുദ്ധീകരിക്കുന്ന കഴുകുന്ന വെള്ളമാണ്. കറ പറ്റിയാൽ അന്നേരം കഴുകി. ദൈവത്തിന്റെ വചനം അതിശക്തമായിട്ട് ഒരു വീട്ടിലും സഭയിലും ശുശ്രൂഷിക്കപ്പെടും. ദൈവത്തിന് ശക്തമായി ശുശ്രൂഷിക്കപ്പെടുന്ന സഭയിൽ ആത്മീക പോഷണം പ്രാപിച്ചവരായി രക്തചക്രമണം മനോഹരമായിട്ട് എഫേസ്യർ തന്നെയാണ് ഒരു 4-ാം അധ്യായത്തിൽ അത് അടിമുടി ദൈവവചനം ശരീരത്തിലൂടെ ഇങ്ങനെ ആത്മീയ സിരകളിലൂടെ ഇങ്ങനെ പായുമ്പോൾ എന്ത് സംഭവിക്കും? പരിശുദ്ധാത്മാവിന്റെ നിറവാർക്കുണ്ടാവും. നിങ്ങൾ നോക്ക്, ആത്മനിറവും വചനവും തമ്മിലുള്ള ബന്ധം എനിക്കിപ്പോൾ കാണിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഈ ആത്മനിറവിനെ കുറിച്ച് ആളുകൾക്ക് പലപ്പോഴും സംശയമുണ്ട്. എന്താണ് ആത്മനിറവിനെ കാണിക്കുക? നോക്ക്, ഇതേ പാരൽ പാസേജാണ് കൊളോസ്യ ലേഖനം 3-ാം അധ്യായം. അവിടെ അതിന്റെ 16-ാം വാക്യം ഒരാൾക്ക് ഇപ്പോൾ വായിക്കാം. നിങ്ങൾ തന്നെ ശ്രദ്ധിക്കണം. നമ്മൾ ഈ പഠനം കൂടെ പോകുന്നതുകൊണ്ട് നിങ്ങൾ ഇച്ചിരി ശ്രദ്ധ കൂടുതൽ തരേണ്ടി വരും. കാരണം ഈ വിഷയമെല്ലാം പഠിച്ചില്ലെങ്കിൽ നമുക്ക് പഠിച്ച് തിരിയാം. ആദ്യം നമ്മൾ എഫേസ്യരിൽ പറഞ്ഞു, എന്താ പറഞ്ഞു? ആത്മാവ് നിറഞ്ഞവരാകനെ പറഞ്ഞു. എങ്ങനെയാണെന്ന് പറഞ്ഞില്ല, പറഞ്ഞോ? ആത്മാ വീഞ്ഞു കുടിച്ച് മക്കളായിരുന്നു, മറിച്ച് ആത്മാവ് നിറഞ്ഞവരായി എന്ന് പറഞ്ഞു. എന്നാൽ ആത്മാവ് നിറയുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് ഈ 16-ാം വാക്യം കൊളോസ്യർ 3 വായിച്ചാൽ മനസ്സിലാവും. നോക്ക്, സങ്കീർത്തനങ്ങൾ എവിടെ നിന്നായിരിക്കും? വചനം, ഈ പറഞ്ഞത് മുഴുവൻ വചനത്തിലൂടെയാണെന്നാണ് അതിന്റെ അവസാന ഭാഗത്ത്. വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോട് നിങ്ങൾ വസിക്കട്ടെ. സങ്കീർത്തനത്തിന്റെ വചനം, സങ്കീർത്തനത്തിലൂടെ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണം. അപ്പൊ ഭാര്യയെ വചനം കൊണ്ട് കഴിയാൻ എന്ത് ചെയ്യണം? വീട്ടിൽ സങ്കീർത്തനങ്ങൾ വായിക്കുകയും പരസ്പരം ധ്യാനിക്കുകയും ചർച്ച ചെയ്യുകയും ക്വയറ്റ് ടൈം എന്ന് പറയും. ഭാര്യയും ഭർത്താവും മക്കളും എല്ലാം വെവ്വേറെ വേദോപദേശം പഠിക്കണം, ധ്യാനിച്ചിട്ട് വൈകിട്ട് ഷെയർ ചെയ്യണം. എന്താണെന്ന് ചിന്തിച്ചത്? എന്താ ഭാര്യയോട് ചോദിക്കണം, എന്താണെന്ന് നീ ചിന്തിച്ചത്? അവർ പറയും. കുഞ്ഞുങ്ങളോട് നിങ്ങൾ എന്താണ് സങ്കീർത്തനം വായിച്ചത്, എവിടുന്നാണെന്ന് പഠിച്ചത് ചോദിക്കണം. നിരന്തരം ഭവനത്തിൽ വചനം ഉണ്ടായിരിക്കണം. നോക്ക്, സങ്കീർത്തനങ്ങൾ, സ്തുതികൾ എവിടുന്നാണ് എടുക്കുന്നത്? ദൈവത്തെ സ്തുതിക്കാനായിട്ട് പുറത്തുനിന്ന് പോലും പോയി ബുക്ക് പഠിക്കണം. ദൈവസ്തുതികൾ എവിടുന്നാണ് എടുക്കുന്നത്? ദൈവത്തിന്റെ വല്ലഭത്വം, ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സ് എവിടുന്നാണ് എടുക്കുന്നത്? സങ്കീർത്തനം വായിച്ചോ, കൊട്ടയ്ക്കകത്ത് വായിക്കൊണ്ട് എടുക്കാം. അതുപോലെ ദൈവത്തിന്റെ സ്തുതികൾ മഹിമകൾ കിടക്കുക. അപ്പൊ സ്തുതികൾ വചനത്തിന്. പിന്നെന്താണ്? പാട്ട് പാടുന്നു. ഇവിടെ പാടുന്ന പാട്ടുകൾ കണ്ടു. എവിടുന്നാ ഇത്? ഇത് വയലാർ പോലെ എഴുതിയാണോ? അല്ല, ഇത് ദൈവത്തിന്റെ വചനത്തിനകത്ത് വചനമാണ് പാട്ടായിട്ട് വരുന്നത്. അതും വചനമാണ്. ആത്മീയ ഗീതങ്ങൾ. പിന്നെ ഇതൊക്കെ വെച്ചുകൊണ്ട് തമ്മിൽ പഠിപ്പിക്കണം, ബുദ്ധി ഉപദേശിക്കണം, ഭാര്യയെ ബുദ്ധി ഉപദേശിക്കണം. ഭർത്താവിന്റെ ചുമതലയാണ് എന്ത് ചെയ്യേണ്ടത്? ആരാ കഴുകുന്ന ആള്? സഭയെ കഴുകുന്ന ആരാ? പറ. ക്രിസ്തു സഭയെ ആ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ കരി. അതുപോലെ നിങ്ങൾ അപ്പോൾ ഭാര്യയെ എന്ത് ചെയ്യണം? ദൈവവചനം അഭ്യസിപ്പിച്ച്, ദൈവവചനം എടുത്ത് ചിന്തിച്ച്, ദൈവവചനം വീട്ടിൽ പ്രബോധിപ്പിച്ച്, തമ്മിൽ ബുദ്ധി ഉപദേശിച്ച് എന്നും ഇത് ചെയ്യാനുള്ള ബാധ്യതയുണ്ടെങ്കിൽ ലോകത്താറുള്ള കളങ്കം പറ്റാതെ തനിക്ക് വേണ്ടി തന്നെ സൂക്ഷിക്കും. അല്ലെങ്കിൽ വല്ലവർക്കും വേണ്ടിയായിരിക്കും. ഇന്നല്ലേ എന്റെ അർത്ഥമാണോ? പറയുമ്പോൾ എല്ലാവർക്കും മടി അത് പറയാൻ. ഇങ്ങനെയാണ് ബൈബിള് പറയുന്നത്. പലയിടത്തും സംഭവിച്ചിട്ടുണ്ടല്ലോ. ഇത് ദൈവവചനമാണ്. ദൈവത്തിന്റെ വചനം എങ്ങനെയാണ് നമ്മൾ ആവശ്യം? ഭാര്യയെ സ്നേഹിക്കുന്നത്, സകലപൂർവ്വം സ്നേഹിക്കുന്നത്. രണ്ടാമത് സംശുദ്ധീകരിക്കുന്നതിനുള്ള സ്നേഹം. ദൈവജനമല്ലാതെ ഒരു വഴിയുടെ സംശുദ്ധീകരിക്കാനാണ്. എന്താണ്? എന്നിട്ട് പറയുക, നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് വാടി ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനം നിങ്ങൾ. അപ്പൊ ആത്മനിറവ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇതേ പാസേജാണ് നമ്മൾ എഫേസ്യരിൽ പഠിച്ചത്. അപ്പൊ ആത്മനിറവ് എങ്ങനെയാ ഉണ്ടാകുന്നത്? വചന നിറവിലൂടെ. പറ. ഐശ്വര്യമായി സർവ്വജ്ഞാനത്തോടും നമ്മുടെ ഹൃദയത്തിൽ ദൈവവചനം വസിക്കുവാൻ തുടങ്ങുമ്പോൾ നമ്മൾ ആത്മാവിനാൽ നിറയണം. സംശുദ്ധീകരിക്കും. ഭാര്യയെ സ്നേഹിക്കുന്ന സംശുദ്ധീകരിക്കുന്ന സ്നേഹം അങ്ങനെ നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായല്ലോ? സംശുദ്ധീകരിക്കും. മൂന്നാമത്തെ കാര്യം
സംതൃപ്തി നൽകുന്ന സ്നേഹമാണ്. സംതൃപ്തി, 3 സാവാക്യമുണ്ട്. സംതൃപ്തി നോക്ക്, നിങ്ങളുടെ പുസ്തകത്തിനോട് നോക്ക്. സംതൃപ്തി നൽകുന്ന സ്നേഹം എന്നുള്ള വിഷയം അതിന് 28 മുതൽ 30 വരെ വാക്യത്തിൽ കാണാം. വായിക്കാം. അവണ്ണം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. ആരും തന്നെ ജലത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. ക്രിസ്തുവും സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തുക എത്രേ ചെയ്യുന്നത്. നാം അവന്റെ ശരീരത്തിന്റെ അപ്പോൾ സ്വന്തം ശരീരങ്ങളെ പോലെയാണ് ആരെ സ്നേഹിക്കുന്നത്. നമ്മുടെ ശരീരത്തിന് ഞാൻ പറഞ്ഞ സംതൃപ്തി നൽകുന്ന സ്നേഹം, ഭാര്യയ്ക്ക് സംതൃപ്തി കൊടുക്കുന്ന നിലയിൽ അവളെ സ്നേഹിക്കാൻ കൽപ്പിച്ചിട്ട് പറയുക. സ്വന്തം ശരീരങ്ങളെ ആരും വഹിക്കുകയല്ലോ. ഏത് കാര്യത്തിൽ വഹിക്കുകയല്ല. ഒന്ന് ഓർത്ത് നോക്കിയേ, നമ്മുടെ ശരീരത്തിന് ഇച്ചിരി ഉറക്കം കുറയാൻ വരുമ്പോൾ നമുക്ക് നേരോ ഉറങ്ങാൻ പോകും അല്ലേ? നമുക്ക് ഭയങ്കര ഭാരമാണ്. ഉറങ്ങുന്ന സമയം ഉറങ്ങിയില്ലേ? പക്ഷെ നമ്മുടെ ഭാര്യ പാത്രം തേച്ചുകൊണ്ട് രാത്രി മുഴുവൻ പെരക്കാതെ നിന്നാലും, പിള്ളേരെ തുണി തേച്ചുകൊണ്ട് രാത്രി മുഴുവൻ മെനക്കെട്ടാലും, നാളത്തേനുള്ള കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തിയാലും, അരി ഇടിച്ച് തെള്ളി വെച്ചാലും, മാവ് കുഴച്ച് വെക്കുമ്പോൾ 12 മണിയായാലും നമുക്ക് വിഷയമില്ല. കാരണം ആര് ചെയ്തോളൂ അത്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ശരീരത്തിന്റെ സംതൃപ്തി നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ നിങ്ങൾ ഒരു മാർഗം പറഞ്ഞുതരാം. ഭാര്യയുടെ സൂചനത്ത് നമ്മൾ പോയി കയറണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, ഭാര്യയുടെ സ്ഥാനത്ത് പോയി നിന്ന് ഞാനാണ് ഭാര്യ, അവളാണ് ഭർത്താവ് എന്ന നിലയിൽ അവിടെ പോയി നിൽക്കണം. എന്നിട്ട് വിചാരിക്കണം എനിക്കിത് സഹിക്കുമോ എന്ന് വിചാരിക്കണം. അപ്പോൾ എന്ത് ചെയ്യാം? ആ നിലയിൽ അവളുടെ അധ്വാനം സംബന്ധിച്ച നിലയിൽ അവൾക്ക് ശാരീരിക സംതൃപ്തി കിട്ടുന്ന നിലയിൽ അവളെ സ്നേഹിക്കുവാനായിട്ട് അത് നമ്മളെ സഹായിക്കും. മനസ്സിലായോ? ഭാര്യയുടെ സ്ഥാനത്ത് നമ്മളെ എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യണം. അപ്പോൾ ഭാര്യയുടെ വിഷമവും പ്രയാസവും. എന്നിട്ട് പറയാം, അങ്ങനെ ഞാൻ ഇന്നലെ ഒരാളെ കുറിച്ച് പറഞ്ഞു, എപ്പോഴും ഭാര്യയെ ആദരിക്കുന്ന അവരെ നിങ്ങളെന്നൊക്കെ മാത്രമേ വിളിക്കുകയുള്ളൂ. എന്ത് സഹായം ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കും. ഭാര്യയ്ക്ക് ഒരു ബുദ്ധിമുട്ട് വരാതെ അദ്ദേഹം എപ്പോഴും കൂടെ നടക്കുന്ന ഒരു ഭർത്താവിനെ എനിക്കറിയാം. അത് എൻ്റെ സഭയിലുണ്ടായിരുന്ന ഒരു ഫാമിലിയാണ്. ആ ഫാമിലി ഇപ്പോഴുണ്ട്. ഇപ്പോൾ മറ്റൊരു സഭയിലേക്ക് അവർ പോയി. പ്രത്യേക അവർ ബന്ധുക്കൾ ഇതൊക്കെ ആയിട്ട് സഭയായിട്ട് അവരോട് പോയി. ഇപ്പോഴും ഞങ്ങൾ വളരെ സ്നേഹമാണ്. സിരിച്ചനൊക്കെ അറിയാം. ഞങ്ങൾ ആ വീട്ടിലൊക്കെ നാള് സ്കൂളിലേക്ക് വിലയിരുത്തുകയാണ്. പക്ഷെ ആ ഭർത്താവിനെ ഇപ്പൊ തന്നെ സിരിച്ചനാളെ മനസ്സിലായി. അപ്പോ ആ ഭർത്താവിന് ഭാര്യ ആ ഭർത്താവിനെ താങ്ങി പിടിച്ച് നടക്കുന്നതാണ്. അവർക്ക് മക്കളില്ലാതെ 12 വർഷം കൊണ്ട് ഒരു മകൾ ഉണ്ടായി. ആ മകൾ ഉണ്ടാക്കിയപ്പോൾ അബോർഷനായി പോകുമെന്ന് പറയുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. തമാശയല്ല, കണ്ട കാര്യമാണ്. പുള്ളിക്കാരത്തി എഴുന്നേറ്റ് എവിടെയും പോകുന്നതിന് ഉടനെ പുള്ളിക്കാരൻ പെട്ടെന്ന് ഇങ്ങനെ കൈവിട്ട് പിടിക്കും. എന്താണെന്നറിയാം? അബോർഷനായി ഞാൻ പോകുമെന്ന് വെച്ചായിരിക്കും ഇങ്ങനെ കൈകൊണ്ട് താങ്ങി അവരുടെ പുറകിൽ ഇങ്ങനെ വളരെ സൂക്ഷിച്ചു. അത്ര ശ്രദ്ധിച്ചു. അത് അവരുടെ ജീവിതം കണ്ട റോഡ് മുമ്പിലാണ് താമസിക്കുന്നത്. ആര് വന്നാലും ഒരാഴ്ച നമ്മളോട് നിൽക്കാമെന്ന് ഞാൻ എടുത്തിട്ട് അവസ്ഥ. എനിക്കറിയില്ല എന്താ കാര്യം. അതൊരു സ്നേഹത്തിന്റെ മാതൃകയാണ്. ആ ഭാര്യ അവരെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും വരുത്തില്ല. അവരത്ര നല്ല സ്ത്രീയായിട്ടോ ഒന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അദ്ദേഹം അങ്ങനെ ഒരു സ്നേഹിക്കുവാനായിട്ട് അങ്ങനെ അനേകരെ നമ്മുടെ മുമ്പിൽ കാണാം. അവർ ക്രിസ്ത്യാനികളാണ്. ആ ക്രിസ്തുവിന്റെ സ്നേഹം അവരെ നിർബന്ധിക്കുന്നതുകൊണ്ടാണ് അവർ സ്നേഹിക്കുന്നത്. സംതൃപ്തി നൽകുന്ന സ്നേഹം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ സംതൃപ്തിയെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന ചില വാക്കുകളുണ്ട്. നോക്ക്, ഇവിടെ സഹോദരിമാരെ കീഴടങ്ങുക എന്നുള്ളതും ഭർത്താവ് അവരെ സംതൃപ്തിപ്പെടുത്തുക എന്നുള്ള കാര്യത്തിനകത്ത് ലൈംഗിക നിശ്ചയമായിട്ടും അപ്പസ്തലൻ ഉദ്ദേശിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ് ഉദ്ദേശിക്കുന്നുണ്ട്. ഇവിടെ നോക്ക്, നിങ്ങൾ നോക്ക്, ഭാര്യമാരുടെ ഒരു കടമ. ഞാനത് മറന്നുപോകാതെ പറയാം. 24-ാം വാക്യത്തിന്റെ അവസാനം നിങ്ങൾ നോക്കിയ കീഴടങ്ങുക എന്ന് പറയുന്നതിന് മുമ്പിൽ ഒരു വാക്ക് വെച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചോ? ഒന്ന് വായിച്ച്. ആ കീഴടങ്ങുക എന്നുള്ളതിന് മുമ്പിലത്തെ വാക്ക് 24-ന്റെ അവസാനം. അവിടെ കീഴടങ്ങിയിരിക്കണമെന്ന് മാത്രം വെച്ചാൽ മതിയായിരുന്നു. പക്ഷെ പരിശുദ്ധാത്മാവ് സംബന്ധിച്ചില്ല. എന്തിൽ കീഴടങ്ങിയിരിക്കണം? സകലത്തിലും കീഴടങ്ങിയിരിക്കണം. കാരണം സകലത്തിലും കീഴടങ്ങിയിരുന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഭാര്യയോട് പൂർണ്ണമായി പറ്റിച്ചേരാൻ പറ്റുള്ളൂ. ഇത് മനുഷ്യന്റെ ലൈംഗിക ആവശ്യം. ഞാൻ പറഞ്ഞു ഫിസിക്കൽ നീഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുടുംബജീവിതത്തിലെ ചില ആൾക്കാരുടെ ആത്മീയത മുതലും ഇതൊക്കെ ഇവിടെ പറയാമോ? ഇങ്ങനത്തെ കാര്യങ്ങൾ പിള്ളേരൊക്കെ കേൾക്കിയത് ഇല്ല. പിള്ളേരത് കേട്ട് വേണം സഭയെ വളരാൻ. ദൈവാലയത്തിൽ നിർദ്ദലയാകുകയാണെങ്കിൽ അവർ ലൈംഗികതയെ കുറിച്ച് എന്ന് ചിന്തിക്കാൻ തുടങ്ങുന്നോ അന്ന് മുതൽ ലൈംഗികത ഒരു യാഥാർത്ഥ്യമാണെന്നും ദൈവം പാവനമായി, നമുക്കറിയാം വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവും. അവിടെ കിടക്ക എന്ന് പറയുന്ന വാക്ക് കോയിറ്റസ് ആണ്. എന്ന് പറഞ്ഞാൽ സെക്സ്വൽ റിലേഷൻഷിപ്പ് എന്നാണ് ആ കിടക്ക എന്നുള്ള വാക്ക്. അതാണ് മലയാളത്തിൽ വായിച്ച നമ്മുടെ കിടക്കുന്ന മെത്തയുടെ കാര്യമാണ്. അത് ലൈംഗിക ഗന്ധം എന്ന് തന്നെയാണ് ആ വാക്യം.
എബ്രായർ 13:4. കിടക്ക നിർമ്മലമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് സാങ്ക്ടിഫൈഡ് ആണ്, പ്രത്യേകമായി ദൈവം വേർതിരിച്ചിരിക്കുന്ന, സെക്സിനെ വളരെ പാവനമാക്കി ദൈവം വെച്ചിരിക്കുന്നതാണ്. അതിനകത്ത് പല കാര്യങ്ങളുണ്ട്. കുടുംബജീവിതത്തിന്റെ ഏറ്റവും ഐശ്വര്യമായ സ്നേഹത്തിൽ വർദ്ധിച്ചു വരുവാനുള്ള ഒരു ക്രമീകരണമായിട്ടാണ്. പലപ്പോഴും ഞാൻ പറയാം, ഇവിടെ ശ്രദ്ധിക്കണം, ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് സകലത്തിൽ എന്ന് പറയുമ്പോൾ ലൈംഗികമായ ആവശ്യത്തിൽ സന്തോഷകരമായി ഈ ആവശ്യം പരിശുദ്ധാത്മാവ് വെച്ചിരിക്കുന്നതായതുകൊണ്ട്, ദൈവം നിർമ്മലമെന്ന് പറഞ്ഞ് ഓർഡർ ചെയ്തതായതുകൊണ്ട് കീഴടങ്ങുമെന്നാണ് ഇവിടെ ആഗ്രഹം. എന്നാൽ മാത്രമേ പറ്റിച്ചേരാൻ പറ്റുള്ളൂ. നിങ്ങൾക്കറിയാം, പല കുടുംബങ്ങളിലെ അതിർത്തിക്ക് കാരണം കുറച്ച് പ്രായമായി കഴിയുമ്പോ പറയും, ഓ ഒരു അച്ഛൻ ധ്യാനിപ്പിക്കുന്നത് എന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ട് അത് കണ്ടത്തിൽ ചിരിച്ചാണ്. അച്ഛൻ ധ്യാനിപ്പിച്ച അച്ഛൻ്റെ അടുത്ത് ദമ്പതികൾ വന്നു. വലിയ പ്രശ്നമാണ്, ഭയങ്കര പ്രശ്നം. ഇയാൾ മാത്രമല്ല എടുത്ത് പുറത്തോട്ട് എന്നും ഇവിടെ അലമ്പ. അതാണ് ആരാണ് പുതിയ ധ്യാനഗുരു വന്നു, കപ്പൂച്ചിൻ ധ്യാനം. അപ്പം അച്ഛന്മാരെല്ലാം കൂടെ ചെല്ലും, അച്ഛൻ നിങ്ങൾ രണ്ടുകൂടെ വീട്ടിലോട്ട് വാ, അല്ല പള്ളിയിലോട്ട് വാ, കൗൺസിലിംഗ് ചെയ്യാറുണ്ട്. അവിടെ ചെല്ലുമ്പം അമ്മച്ചിയെ ആരും വിളിച്ചു, എന്റെ അമ്മച്ചി പ്രശ്നം. ഓ അയാൾക്ക് 62, എനിക്ക് 58. ഇപ്പോഴും ഇങ്ങനെ എല്ലാവരും ഒരു വഴ ഇടപാടായ ഇതൊക്കെ കൊള്ളാൻ വെച്ചു. ചേട്ടത്തെ ഞാൻ പൊട്ടിത്തെറിച്ച് ഈ കാര്യം ഇയാൾക്ക് ഒരുമാതിരി വഴ ഇടപാടാണ്. എപ്പോഴും വയസ്സായി, പിള്ളേരെയും കെട്ടിച്ചു. ഇനിയിപ്പോ പ്രിയപ്പെട്ടവരെ പറ്റിച്ചേരാൻ പറ്റുമോ? പൊട്ടി പറഞ്ഞു പോകും. കുടുംബജീവിതം ചട്ടിയാ പോകുന്നുള്ളൂ. ചേർന്നിട്ട് അറിയാത്തൊരു ചട്ടിയാ പോകും. പക്ഷേ വേദപുസ്തകം പറയുന്ന അനുസരിച്ച് പുരുഷന്മാരെ സ്ത്രീകളെ സംബന്ധിച്ചുള്ള ലൈംഗികത 2 രീതിയിലാണ്. പുരുഷന്മാരുടെ ലൈംഗികതയെ കുറിച്ച് പറയുമ്പോൾ ഈ അച്ഛൻ തന്നെ പറയുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞേക്കാം. അച്ഛൻ ഒടുക്കം പറയാം, ചേട്ടത്തി നിങ്ങൾക്കറിയാവോ ഈ പുരുഷന്മാരുടെ കാര്യം? അവരുടെ ലൈംഗിക ആവശ്യം എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ ഉണ്ടെന്ന് അറിയാമെന്ന് ചോദിച്ചു. ഉടനെ ചേട്ടത്തി പറഞ്ഞ ഒരു 19 വയസ്സ് വരെ, അത്രേ ഉള്ളൂ. ഉടനെ 50 വയസ്സ് വരെ ചേട്ടത്തി. ഞാൻ പറയാം, അതാ എന്റെ കണക്ക്. മരിച്ച് കഴിഞ്ഞ ഒരു 5 മിനിറ്റ് കൂടെ ഇതാണ് വാസ്തവത്തിൽ ദൈവം നിർദ്ദേശിച്ചിരിക്കുന്ന പുരുഷന്മാരുടെ ലൈംഗികത എന്ന് പറയുന്നത്. മരിച്ചു കഴിഞ്ഞ് 5 മിനിറ്റ്, അച്ഛൻ പറഞ്ഞത് അതിശോക്തിയാണേലും മരിക്കുന്നതല്ല. പക്ഷെ ഈ കാര്യത്തിൽ ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിയന്ത്രണം നമ്മളായി കഴിയുമ്പോൾ, ദൈവകൽപ്പന അനുസരിക്കുവാൻ ശിരസ നമ്മൾ വായിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആര് ക്രമപ്പെടുത്തിക്കൊള്ളും? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ക്രമപ്പെടുത്തിക്കൊള്ളും. ഇവിടെ ദൈവത്തെ അനുസരിക്കാനുള്ളതല്ല പരിപാടിയില്ല. അതായത് ഉടമ്പടി എവിടം വരെയാ വെച്ചിരിക്കുന്നത്? കല്യാണത്തിന് കൈപിടിച്ച് ഏറ്റു പറഞ്ഞപ്പോൾ എവിടം വരെയാ? ഇന്ന് മുതൽ 50 വയസ്സാകുന്നത് വരെ, അല്ലെ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇന്ന് മുതൽ മകരം വരെ എന്നല്ല, ഇന്ന് മുതൽ മരണം വരെ. പലർക്കും മകരം വരെ. അതാണ് കുടുംബത്തിന് അടികാര്യം. ഈ പറ്റിച്ചേരുന്ന ഒന്നായി ചേരുന്ന പ്രോസസ് എപ്പോഴാണ് അവസാനിക്കുന്നത്? ഇത് അവസാനിക്കുന്നത് ഏറ്റവും ലാസ്റ്റ് ആണ്. ഇത് അവസാനിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ സ്നേഹം ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഒരു കാര്യം മാത്രം പറഞ്ഞു, പുറത്തെ സ്പോട്ടിനെ കുറിച്ച് പറഞ്ഞു. അകത്തെ റിങ്കിൾ എന്ന് പറയുന്നത് എന്താണെന്നറിയാം? ചുളുക്കം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ആന്തരികമായ പ്രശ്നങ്ങളാണ്. അവരുടെ സ്വഭാവത്തെ സംബന്ധിച്ച്, അവരുടെ സ്വഭാവത്തിന്റെ ക്രമീകരണത്തിനായിട്ട് അവളെ ഉപദേശിക്കുവാനും പഠിപ്പിക്കുവാനും ഒന്നിച്ചെന്ന് ചിന്തിക്കുവാനും സമയം ചെലവഴിക്കേണ്ട ആവശ്യമുണ്ട്. എങ്കിൽ എന്ത് സംഭവിക്കത്തില്ല? റിങ്കിൾ എന്ന് പറഞ്ഞാൽ അകത്തെ പ്രശ്നങ്ങളാണ്. ചില മാനസിക വൈകല്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചുമ്മാ കുറ്റം പറഞ്ഞ് നടക്കുക. ഭാര്യമാർക്ക് പ്രത്യേകിച്ച് ചാബല്യം കൂടുതൽ, കാണുന്നവരെല്ലാം വിധിക്കുക, കാണുന്ന കാര്യങ്ങളെല്ലാം വിസ്തരിക്കുക. ഇതൊക്കെ സ്ത്രീ സഹജമായ ചപലതയായിട്ടാണ് ലോകം വേണ്ടുന്നത്. അതിൽ ചുരുക്കമായിട്ട് എണ്ണമെങ്കിൽ അത്തരം കാര്യങ്ങൾ സ്നേഹബുദ്ധിയ ഉപദേശിക്കുകയും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും ഈ കാര്യം വ്യക്തമാക്കിയിട്ടുള്ള വേദഭാഗങ്ങൾ പഠിച്ച് ഒരുമിച്ച് തീരുമാനങ്ങൾ എടുക്കുകയും ഒക്കെ ചെയ്യാൻ ഉത്തരവാദിത്വം ആർക്കാണുള്ളത്? പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നു, എങ്ങനെയാണ് വിജയകരമായ ജീവിതത്തിന്റെ 2 നിർദ്ദേശങ്ങൾ പറഞ്ഞു. എന്താണ് ആദ്യത്തെ നിർദ്ദേശം? അല്ല, നിങ്ങൾ കുറഞ്ഞു പോയി. ഞാൻ 2 നിർദ്ദേശമാണ് പറഞ്ഞത്. 2 നിർദ്ദേശത്തിന് താഴെ കാരണങ്ങൾ 2, 3 ഒക്കെ പറഞ്ഞു. ശ്രദ്ധിക്കുന്നത് അത് വാക്യത്തിൽ നിന്ന് അടക്കിയാണ്. ആദ്യത്തെ നിർദ്ദേശം എന്താണ്? ഭാര്യമാർ കീഴടങ്ങാൻ കാരണം എന്താ പറഞ്ഞത്? 3 കാരണം ഞാൻ പറഞ്ഞു. 1, യേശുവിന്റെ ലോഡ്ഷിപ്പിന് കീഴിലാണ് നമ്മളെന്നതുകൊണ്ട് കീഴടങ്ങി വിട്ടു. 2ാമത്, ഭർത്താക്കന്മാർ നമ്മുടെ സ്വന്തമായതുകൊണ്ട് കീഴടങ്ങി വിട്ടു. 3ാമത്, ഭർത്താവിന്റെ അതോറിറ്റി ആരോടെയും ചെയ്തിരിക്കുന്നു? കർത്താവ് പറഞ്ഞിരിക്കുന്നു ഭർത്താക്കന്മാർ കീഴടങ്ങാൻ പറ്റുന്നുണ്ട് കീഴടങ്ങും. 3 കാര്യങ്ങൾ. 2ാമത്തെ കാര്യം എന്താണ്? 2ാമത്തെ നിർദ്ദേശം, ഭർത്താക്കന്മാർ
ഭാര്യമാരെ സ്നേഹിക്കണം. എങ്ങനെയൊക്കെ സ്നേഹിക്കണം? 3 നിലയിൽ സ്നേഹിക്കുന്നത് ഞാൻ പറഞ്ഞു. എങ്ങനെയൊക്കെയാണ്? സഹനപൂർവ്വമുള്ള സ്നേഹം. ക്രിസ്തു മാതൃകയാണ്. ക്രിസ്തു ചോര വാർന്ന മനുഷ്യൻ ഈ ഭാവിയായ സഭയെ വീണ്ടെടുത്തതുപോലെ എത്ര കുറവുണ്ടെങ്കിലും ത്യാഗപൂർവ്വമുള്ള സ്നേഹിക്കണം. സഹനപൂർവ്വം. 2 സംശുദ്ധീകരിക്കുന്ന സ്നേഹം. എന്താണ് സംശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞത്? കറയും കളങ്കവും ഇല്ലാതെ എന്ത് ചെയ്യണം? അകത്തെയും പുറത്തെയും സ്പോട്ടും റിങ്കിളും പുറത്തെ കറകളും അകത്തെ ചുളിവുകളും ഒക്കെ മാറാൻ വേണ്ടി എന്ത് ചെയ്യണം? ഭാര്യയോട് കൂടെ വചനത്താൽ ഇരുന്ന് ശുദ്ധീകരിക്കണം. ദൈവത്തിൽ കൂടി അവരെ അഭ്യസിക്കണം. ഒന്നിച്ച് വചനം ധ്യാനിക്കണം. ഒന്നിച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. എല്ലാ ദിവസവും ഭാര്യ ഭർത്താവും ദൈവത്തിനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കണം. മൂന്നാമത്തെ നില ഏത് നിലയിലാണ് സ്നേഹിക്കുന്നത്? സംതൃപ്തി. ഭാര്യയ്ക്ക് ആരോഗ്യപരമായ സംതൃപ്തി, മാനസികമായ സംതൃപ്തി, ശാരീരികമായ സംതൃപ്തി, ലൈംഗികമായ സംതൃപ്തി, ഈ കാര്യങ്ങൾ കൊടുക്കുവാൻ ഭർത്താവ് നിശ്ചയമായിട്ടും ബാധ്യസ്ഥനാണ്. ഇത് സാധിക്കണമെങ്കിൽ ഭാര്യമാരെ വീട് ഞാൻ പുറത്തു പോകാം. ഭാര്യമാരെ സകലത്തിലും ഭർത്താക്കന്മാർക്ക് കീഴടങ്ങി. ഇവിടെ സംതൃപ്തികരമായ ജീവിതത്തിന് കർത്താവ് ക്രിസ്ത്യാനോട് ഇരിക്കുന്ന നിർദ്ദേശം. ഞാൻ ഈ കുടുംബജീവിതത്തിന്റെ ലക്ഷ്യം പറഞ്ഞു കഴിഞ്ഞിരുന്നു. എന്താണ്? പറ്റിച്ചേർന്ന് ഒരു ശരീരമാണ്. മരണം വേർതിരിക്കുന്നത് വരെ മേൽക്കുമേൽ ശോഭിച്ച് നീതിമാന്റെ പാതയെ കുറിച്ച് ശ്രദ്ധിച്ചു. വാക്യം 4:18 പറയുന്ന നീതിമാന്റെ പാത പ്രഭാതത്തിന്റെ വെളിച്ചം പോലെയാണ്. നട്ടുച്ചവരെ എന്ത് ചെയ്യും? അധികം ശോഭിച്ചു. നിങ്ങളുടെ പറ്റിച്ചേരിച്ച ഒരുമിച്ച്. ഞാൻ ഇങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. മണ്ണാങ്കട്ടയും കരിയിലെയും കാശിക്ക് തീർത്ഥയാത്ര പോയി. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. എന്താ സംഭവിച്ചേ? മണ്ണാങ്കട്ട കരിയിലൂടെ പോകുന്ന വഴിക്ക് എന്ത് പറ്റി? മഴ വന്നപ്പോൾ മണ്ണാങ്കട്ട എന്ത് ചെയ്തു? കരിയില എന്ത് ചെയ്തു? മണ്ണാങ്കട്ടയുടെ പുറത്ത് കയറി. മഴയെല്ലാം കഴിഞ്ഞപ്പം മണ്ണാങ്കട്ടയ്ക്ക് ഒന്നും പറ്റിയില്ല. രണ്ടുപേരുടെ വീണ്ടും കുശലം പറഞ്ഞ് യാത്ര ചെയ്ത് പോവാൻ. ലക്ഷ്യം ദൈവ ദർശനമാണ്. പോയ വഴി എന്ത് സംഭവിച്ചു? കാറ്റപ്പോൾ മണ്ണാങ്കട്ട എന്ത് ചെയ്തു? കരിയുടെ മുകളിൽ കയറുന്നു. ഇങ്ങനെ പരസ്പരം സഹായിച്ചു പോയി. ഒടുവിൽ വലിയ കാറ്റും മഴയും വന്നു. മണ്ണാങ്കട്ട അലിഞ്ഞു, കരിയില പറന്നുപോയി. ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതം ഇങ്ങനെ ദൈവസന്നിധിയിൽ ചേരട്ടെ. ദൈവനാമം മഹത്വപ്പെടുവാണ്.